ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ. ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭൃംഗ. ഭക്തി വിനാശ നരസിംഹ ഭഗവാൻ की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय शिल प्रभात की जय ഗർഭമന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ഹരേ കൃഷ്ണ ഹരേ സരിത കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ, സുജന മാതാജി രണ്ടാഴ്ച എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. മാതാജിക്ക് കൂടാനായിട്ട് പറ്റിയില്ല, ഓരോ സാഹചര്യങ്ങൾ കൊണ്ട്. മാതാജി യൂട്യൂബ് കേട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി പോയിട്ടില്ല എങ്കിൽ അത് പിന്നീട് വരുമ്പോൾ നമുക്ക് അതിലൊരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അപ്പം യൂട്യൂബ് നോക്കിയായിരുന്നോ മാതാജി? അത് സമയം കിട്ടിയോ? ആ, ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ നമ്മൾ രണ്ടാം അധ്യായം സാംഖ്യയോഗത്തിൽ കൂടെ, അല്ലെങ്കിൽ ഭഗവത്ഗീത സംഗ്രഹത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശ്ലോകം ആയെന്നൊക്കെ ഓർമ്മയുണ്ടോ? അതോ 33 വരെ. മുപ്പത്തി 33 ആ, എടുത്തില്ലേ? 33. അപ്പം 33 കഴിഞ്ഞ ആഴ്ച. ഹരേ കൃഷ്ണ. അപ്പൊ നല്ല ഓർമ്മയുണ്ട്. ഇന്നാളെ എനിക്ക് പറ്റിയ പോലെ മണ്ടത്തരം പറ്റിയില്ലല്ലോ, ഭാഗ്യം. അപ്പം നമ്മള് ആ, പ്രശ്നോത്തരി എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല, അത് തയ്യാറാക്കാനായിട്ടുള്ള സമയം കിട്ടില്ല. അങ്ങനെ അത് നമ്മൾ അടുത്ത ആഴ്ചത്തേക്കിന് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. മധു പ്രഭു ഒക്കെ അവിടെ എത്തിയോ പ്രയാഗ്രാജില്? അങ്ങോട്ട് ഈ ബസ്സിൽ പോകുന്ന വിവരം വരെ ഉള്ളൂ. ഇനി എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മെസ്സേജ് ഒന്നും ഞാൻ നോക്കിയില്ല, ഇന്ന് തിരക്കായിരുന്നു രാവിലെ തൊട്ട്. വീഡിയോ ഒന്നും കണ്ടില്ല. ബസ്സിൽ പോണത് കണ്ടു അത്രയും. ആ, അത്രേ ഉള്ളൂ. അത് അതുവരെയാണല്ലോ. പൊന്നമ്മ മാതാജി അത് തന്നെയാണ് എനിക്ക് വീണ്ടും ഇട്ടിരിക്കുന്നത്, ഓ, അല്ലാതെ അത് ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് വേറൊരു കൃഷ്ണകുമാരി മാതാജി പോകുന്നുണ്ട് ട്രാവലറിന്. ഓക്കെ. അത് തിരുവനന്തപുരത്തുള്ള. അതും കണ്ടു, ഗ്രൂപ്പിൽ കണ്ടു. ആ, അതെ അതെ അതെ. അപ്പം മാതാജിയാണ് ആദ്യ കുംഭമേളയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. മാതാജിയാണ് പ്രഭുവിന് പ്രചോദനം ഉണ്ടാക്കിയത് അത് കുംഭമേളയ്ക്ക് പോകാൻ. മധുപ്രഭു ഡയറക്റ്റ് പറഞ്ഞു എന്നോട്. മാതാജി കാരണമാണ് ഇപ്പൊ പോകാനായിട്ട് കാരണം. അത് അവസാനം മാതാജി ആരെങ്കിലും മാതാജി പിൻവാങ്ങുകയും ചെയ്തല്ലേ. അത് നമുക്ക് എഴുതിയിട്ടില്ലേ പ്രഭു, നമുക്ക് യോഗം വേണമല്ലോ. ഓക്കെ, അത് എന്തായാലും ഇനി അടുത്ത 144 വർഷം അപ്പൊ നമ്മള് ഇനി മൃഗങ്ങളായിട്ടോ മനുഷ്യരായിട്ടോ, ചിലപ്പോ ഭഗവാന്റെ അടുക്കായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അല്ല, ചിലപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു ശിശുവായിട്ടുള്ള ഒരു ആൾക്ക് പോലും അടുത്ത മഹാകുംഭമേള ദർശിക്കാനായിട്ട് സാധ്യമല്ല. വെരി അതെ ക്ലിയർ അതെ അല്ലേ? 144 വയസ്സ് വരെ നമ്മൾ ഇനി ജീവിച്ചിരിക്കുവോ? അതായത് നമ്മളുടെ ഈവൻ മക്കളുടെ മക്കൾ പോലും ആ സമയത്തേക്ക് കാണുമെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് പിന്നെ മധുപ്രഭു പറഞ്ഞു. അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ഇതും കൂടി മാതാജിക്ക് കിട്ടുണ്ടോ? ആ, അതെ, തീർച്ചയായിട്ടും. മാതാജിയാണ് പ്രചോദനം കൊടുത്തത് അല്ലേ? അതൊരു കാരണം മാത്രം പ്രഭു. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതിന് കാരണം വേണ്ടേ? ആ, അതെ അതെ അതെ. അപ്പം അദ്ദേഹത്തിന് യോഗം ഉണ്ടായിരുന്നു. അപ്പം മാതാജിയാൽ അത് പ്രചോദനം അതെ, കൊടുക്കാൻ സാധിച്ചു. അത് അദ്ദേഹത്തിനും തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ പോയ 9 പേർക്കും അതിന്റെ യോഗമുണ്ട്. ആ, 50 പേർക്കും. ഒരു കാരണത്തിനൊരു കാരണഭൂതൻ വേണം. അതെ, അതന്നെ അതെ. സർവകാരണത്തിനും കാരണഭൂതൻ ഭഗവാൻ തന്നെയല്ലേ. അപ്പം അതങ്ങനെയല്ലേ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ സച്ചിദാനന്ദ ആദിർ ഗോവിന്ദ സർവകാരണ സർവ കാരണം. ഗോവിന്ദൻ തന്നെയാണ് സർവകാരണം. എല്ലാത്തിനും കാരണം. അപ്പം അദ്ദേഹം നമ്മളെയൊക്കെ ഓരോ ഡ്രാമയിലെ ഓരോ കഥാപാത്രങ്ങളാക്കുന്നുള്ളൂ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഡ്രാമയല്ലേ, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഉം. ഇങ്ങനെ നാടകം ഇങ്ങനെ ആടുകയാണ്. അദ്ദേഹം ഇവിടെ ചെയ്തത് ഈ ലീലകൾ മുഴുവൻ നാടകങ്ങളല്ലേ അതെ. ശരിക്കും. ഉം. അതൊക്കെ എന്താണ്? ആ ലീലകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതെ. ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ, ആ ലീലകളുടെ ബലത്തില്. ഉം. ഭഗവാന്റെ ആ ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം എടുത്താലും അവിസ്മരണീയമാണ്. അത് പറയും തോറും. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, ഭഗവാനും സുദാമയും ഇവിടെ ഉള്ളത്. എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഏതെല്ലാം രീതിയിൽ വേർഷനിൽ എവിടെ സത്താവ് ഉണ്ടെങ്കിലും ഇപ്പൊ അതുണ്ട്. പക്ഷേ ഉം. നമ്മള് അത് എത്ര കണ്ടു കഴിഞ്ഞാലും മതി വരില്ല. അതുപോലെ അത് ഒരു ഉം. പ്രാവശ്യം പോലും കണ്ണ് നനയാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുമില്ല, അത് എത്ര വർഷം കണ്ടു കഴിഞ്ഞാലും.
അതാണ് ഭഗവാന്റെ ലീലകളുടെ ഒരു പ്രത്യേകത. നമ്മളുടെ മേന്മയല്ല, ഭഗവാന്റെ ലീലയുടെ ആ ഒരു മേന്മ. അത് രണ്ടുപേരും അഭിനയിക്കുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ലീലകളുടെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലുതാണ്. ഹരേ കൃഷ്ണ. ആരോ ഇപ്പൊ ഒരാൾ ജോയിൻ ഞാന് ചെയ്ത. ഞാനും ഒരു യാത്ര കഴിഞ്ഞെത്തിയേ ഉള്ളൂ പ്രഭു. ഞാനും ഇന്നൊരു യാത്ര അതെയോ? കഴിഞ്ഞെത്തിയതേ ഉള്ളൂ. ആ എപ്പ ഒരാൾ എത്തി? മാതാജി ഒരു മിനിറ്റ്, ഒരാൾ തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അതാരാണ്? ആ ആര്യഗീത. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എനിക്ക് എന്താ പറയുക, ചൈനയിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ഏതെങ്കിലും നമ്മളുടെ ഇത് ഹാക്ക് ചെയ്തോന്നൊക്കെ. ചൈനയുടെ ലിപിയിൽ എഴുതിയിരിക്കുന്നു മാതാജിയുടെ പേര് വരേണ്ട അടുത്ത്. ആണോ? ആദിത്യ എന്നാ എഴുതിയിരിക്കുന്ന പ്രഭു. അതെയോ? എന്റെ കണ്ണ് പിടിക്കാത്തോണ്ടായിരിക്കും. കയ്യില് എഴുതിയിരിക്കുക ആദിത്യ ഞാൻ എന്ന് എന്താ കയ്യില് ഞാനപ്പോ ഇതിനെ ആദ്യം അതുകൊണ്ടാണ് ജനാബിയ മാതാജി എന്നിട്ട് പറഞ്ഞോണ്ടിരുന്നിട്ട് പോലും ഞാൻ ശ്രദ്ധിക്കാതെ കാര്യം ആ അതാ. ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ പോയി പ്രഭു. തിരുപ്പതി, കാളഹസ്തി, ആഹാ. പത്മാവതി ടെമ്പിള്, പിന്നെ അങ്ങനെ അവിടെ ഒരു 10-15 അമ്പലം എല്ലാം പോയി. അതെല്ലേ. ഇന്നെത്തിയതേ ഉള്ളൂ. ഭയങ്കര അത് ആരുടെ തിരുപ്പതിയൊക്കെ കൂടെ ചെന്ന് പോയത്? പറ്റാൻ പാടാ. എന്തോ ആരുടെ അതൊരു കൂടെ? ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇത് കൊണ്ടുവരെ എല്ലാ മാസവും കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ്. അതെല്ലേ. അവരുടെ കൂടെ പോയി. അതെ. എല്ലായിടത്തും നന്നായിട്ട് ദർശനം കിട്ടിയില്ലേ? എല്ലായിടവും ദർശനം കിട്ടി. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ചാൽ അവിടെ ചെന്ന് പറ്റാൻ പാടാ. റൗണ്ട് ചെയ്ത് കുഴിയും ഇങ്ങനെ കയറ്റം ഇറക്കം, എന്തോ ഒരു സ്ഥലമായില്ല. അതുപോലെ കാളഹസ്തി എന്തോ ഒരു ഭയങ്കര അമ്പലമാണ്. കല്ലുകളും കാളഹസ്തി കേട്ടിട്ടുണ്ട്. കാളഹസ്തേശ്വരൻ മഹാദേവനാണ്. ശിവനാണ്. ശിവനും മഹാദേവൻ. പിന്നെ ഉം, മഹാദേവന്. മഹാദേവൻ ഇങ്ങനെ അവിടെ അതിന് പൂജയൊക്കെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പൂജയുണ്ട്. പാട്ടുണ്ട്. ശ്രീകാശി പുരുഷോത്തമാവതരിക യോഗ്യ ഗയാ ദ്വാരക ഗോകർണാമല കാളഹസ്തി മധുര കാമാക്ഷി രാമേശ്വരം ശ്രീരംഗം കമലാരുണഗിരി ശ്രീരംഗ ശ്രീ കുംഭകോണാലയം വേദാരണ്യപുര ചിദംബര സഭാം മോക്ഷായ കൈകൂപ്പിനി. അതായത് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ ഈ ഒരു മന്ത്രം ചെല്ലണമെന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ മഹാക്ഷേത്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇതൊക്കെ അതൊന്ന് ഞാൻ സ്കൂളിൽ ഗ്രൂപ്പിലിട്ടേക്കണം. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങോട്ട് പഠിച്ച ഒരു ശ്ലോകമാണ്. അതിപ്പോ ചെറിയ ഓർമ്മ വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും. രതിദേവി മാതയ്ക്ക് അറിയായിരിക്കും അല്ലേ? അതിനകത്ത് കാളഹസ്തി മധുര എന്നിങ്ങനെ പറയുന്നുണ്ട്. കാളഹസ്തി. അപ്പൊ അന്ന് തൊട്ടേ എനിക്കിത് അറിയാം. കാളഹസ്തി എന്ന് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി അവിടെ രാഹു കേതുവിന്റെ പിന്നെ പൂജകളും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ രാഹുകേതുവാണ് ഇവിടുത്തെ പ്രധാനം. ജന്മവശാൽ നമ്മുടെ ജന്മം കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് രാഹുവും കേതുവും ഇത് തുടങ്ങി എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് പൂജകൾ കഴിച്ച് നമ്മളെ ഇരുത്തിയാണ് പൂജ കഴിക്കുന്നത്. കാളഹസ്തിയിൽ പോയിട്ട് മാതാജി കാളഹസ്തിയിൽ പോയിട്ട് തിരുപ്പതി പോവാൻ പാടില്ല. തിരുപ്പതി പോയിട്ട് വേണം അല്ല, കാളഹസ്തി. തിരുപ്പതി പോയിട്ടേ ഉള്ളൂ. കാളഹസ്തി ലാസ്റ്റ്. പിന്നെ അവിടെ പോയി എങ്ങും പോയിക്കൂടാ. അങ്ങനെയാണോ? കാളഹസ്തി പോയാൽ പിന്നെ ഒരിടത്തും പോകാൻ പാടില്ല. അല്ല അതല്ല. പിന്നെ നമ്മൾ തിരിച്ച് ആ യാത്രയിലേക്ക് പോരുക എന്നുള്ളത്. ആ, ആദ്യം വരാഹമൂർത്തിയാണ് കാണേണ്ടത്. എന്നാ വരാഹമൂർത്തിയെ കാളഹസ്തി തൊഴുത അന്ന് പിന്നെ വേറെങ്ങും കയറരുതെന്നാണ് മാതാജി. കാളഹസ്തി തൊഴുതാൽ അന്ന് പിന്നെ എങ്ങും കയറരുത്. അന്ന് കയറിയില്ല. അത് തന്നെയല്ല, ഞങ്ങളുടെ ലാസ്റ്റ് ആയിരുന്നു. അന്ന് ആ യാത്രയിൽ പിറ്റേന്ന് തന്നെ ഒരിടത്ത് പോകാം. അന്ന് കാളഹസ്തി വണങ്ങി അന്ന് നീ തിരിച്ച് പോകുക എന്നുള്ളത്. അന്ന് പിന്നെ വേറൊരു ക്ഷേത്രത്തിലും തൊഴരുത്. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ലാസ്റ്റ് അവിടെ തൊഴുത്. അതേ ഉള്ളൂ. അല്ലാണ്ട് പിറ്റേന്ന് നമുക്ക് കയറാം. അന്ന് ഹരേ കൃഷ്ണ. എല്ലാം ഭയങ്കര അമ്പലങ്ങൾ. അയ്യോ, ഭയങ്കര അമ്പലങ്ങളല്ല. ഒരുപാട് അവിടെ ഒരു സ്ഥലങ്ങൾ പാതാള ഗണപതി ഉണ്ട്. അവിടെ കയറിയിരുന്നോ? കയറി പാതാള ഗണപതി. താഴെ അകത്ത് കുഴിയിലൂടെ പോയി നമ്മള് നെഞ്ചുകൊണ്ട് നീങ്ങി കയറി പോകുന്ന പാടാ അത്. അപ്പം പാതാള ഹരേ ഗണപതി കൃഷ്ണ. അപ്പൊ മാതാജിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാനും കാളഹസ്തി ഇതുവരെ പോയിട്ടില്ലാത്തൊരു ആളാണ്. ഇനിയിപ്പോ എപ്പോഴേലും സമയം കിട്ടട്ടെ അതിനും. വലിയ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പോകും. തിരുപ്പതി പോയിട്ടുണ്ട്. പറയുമ്പോൾ അവിടെ എത്താം. തിരുപ്പതി പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. തിരുപ്പതിയിൽ ഒരു തവണ പക്ഷെ അത് പോയിട്ടുണ്ട്. പണ്ടങ്ങാണ്ടാ 5-8 കൊല്ലം മുമ്പാ. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ 2013 കുംഭമേളയ്ക്കും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ പോയത്. അപ്പൊ നമുക്കെന്നാ ശ്ലോകത്തിലേക്ക് തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരും മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാപി സദാം
സ്തുപാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാനുദാഞ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ മൂകം കരോതി വാചാലം പങ്കലങ്കായതേഗരീം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനി നാമിനി നമ ആചാര്യായ പദായ നിത്യായ കൃപാപ്രദായിനി ഗൗരഗദാദാമോദായ നഗരഗ്രാമധാരണി നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭദ്രവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഭഗവത്ഗീത ക്ലാസ് സാഖ്യയോഗം ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് 33 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇനി 34 തൊട്ടാണ് എടുക്കേണ്ടത് 2-ാമത്തെ അധ്യായത്തിലെ. പിന്നെ ദ്വാരകാധാമിലെ എന്താണ് ഗീതാമാതാജി നല്ല പേര്, ഗീതാമാതാജി സബിതാ മാതാജി ഒക്കെ ഒന്നുകൂടെ റിവിഷൻ ആയിട്ട് കരുതുക. അത് അടുത്ത ആഴ്ചയിൽ പ്രശ്നോത്തരി ഉണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും 2ാമത് എടുക്കുമ്പോൾ. അപ്പം 34-ാമത്തെ ശ്ലോകം. അപ്പൊ കഴിഞ്ഞ് നമ്മൾ ഭഗവാൻ ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം ഏകദേശം ഭഗവാൻ അവസാനിപ്പിച്ചു. കാര്യം അതുപോലെ പറഞ്ഞു ആത്മാവിനെ പറ്റി, ആത്മാവിന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റിയൊക്കെ. അതിന് 34-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതി രിച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതി രിച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ചാകീർത്തിർമരണാതിരിച്യതേ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയം സംഭാവിതസ്യ ചാകീർത്തിർമരണാതിരിച്യതേ. മരണാദതിരിച്യതേ. ഹരേ കൃഷ്ണ. അപ്പം ഇനി അടുത്ത് നമ്മള് ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. അപീച്ച മാത്രമല്ല ഭൂതാനി ജനങ്ങൾ തേ നിനക്ക് നിന്നെപ്പറ്റി അവ്യയം നശിക്കാത്ത അകീർത്തിയും ദുഷ്കീർത്തിയെ കഥയിഷ്യന്തി പറയും. സംഭാവിതസ്യ ബഹുമാന്യനായ ഒരാളിന് അകീർത്തി അല്ലെങ്കിൽ ദുഷ്കീർത്തി മരണാച്ച മരണത്തെക്കാൾ അതിരിച്ചതേ അധികതരമാകുന്നു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. അതിന്റെ മൈക്ക് ഓൺ ആക്കിയിട്ട് അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ശീലപ്രഭുപാദ് കി ജയ്. സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യില്ലെന്ന് അർജുനന്റെ നിശ്ചയത്തെപ്പറ്റി അവസാന വിധി അരുളുകയാണ്. അർജുന, പോരിന് മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരി വന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. നിനക്ക് ദുഷ്പേരുണ്ടാകും.
ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണ് എന്റെ ഉപദേശം. നിന്നെപ്പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. മരണത്തെ ഭയന്ന് ഇവിടം വിട്ടോടരുത്. മരണമാണെങ്കിലും ഭേദം മരണമാണ് അതിലും ഭേദം. എന്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഭഗവാൻ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ റെപ്പറ്റീഷനാണ് പറയുന്നത്. ഇപ്പൊ കുറെ ശ്ലോകങ്ങൾ രണ്ടാം അധ്യായത്തിലെ ഒരുപാട് റെപ്പറ്റീഷൻ ശ്ലോകങ്ങളുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ വീണ്ടും 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 എടുത്തു പറയുകയാണ്. അപ്പൊ ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. കാര്യം ക്ഷത്രിയനാണല്ലോ അല്ലെ. അപ്പൊ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിപ്പോയി കഴിഞ്ഞാൽ കാര്യം മറ്റുള്ള അവർക്കൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഗുരുവിന് ശിഷ്യനോട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവര് യുദ്ധത്തിൽ വന്നു നിന്നു അല്ലെ. അതുപോലെ തന്നെ മുതുമുത്തച്ഛനായ അതായത് കൊച്ചുമക്കളല്ലേ, അവരുടെ ഭാഗത്താണ് ന്യായം ധർമ്മം എന്നൊക്കെ ആര് ഭീഷ്മർ വിചാരിച്ചോ? ഇല്ല. അവരാരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയില്ല. അപ്പോൾ പിന്നെ നീ ഇങ്ങനെ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിന്നെ എല്ലാവരും പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. ഭഗവാൻ അപ്പൊ സൂചിപ്പിക്കുകയാണ് ഇതിലും നല്ലത് നീ മരിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഈ അപമാനം പേറുന്നതിനേക്കാൾ നല്ല യുദ്ധത്തിൽ മരിക്കുകയാണ്, മരിക്കട്ടെ. ഈ അപമാനം പേറ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിക്കഴിഞ്ഞാലുള്ള അപമാനം ഒരു ക്ഷത്രിയൻ ഒരിക്കലും ചേർന്നതല്ല അപമാനം. അപ്പൊ ക്ഷത്രിയർക്ക് ഈ അപമാനം എന്ന് പറഞ്ഞത് ക്ഷത്രിയർ രജോഗുണികളായതുകൊണ്ട് അവർക്ക് അപമാനം സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ അപമാനം സഹിക്കാൻ പറ്റാതെ ആയ ലോകം മുഴുവൻ പേര് കേട്ട ഒരു ക്ഷത്രിയനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഭഗവാന്റെ പരമകാരുണ്യവാനായി മാറിയ ഒരു ക്ഷത്രിയനെ പറ്റി. ചെറുപ്രായത്തിൽ തന്നെ അപമാനം സഹിക്കാൻ വയ്യാതെ പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലോക പ്രശസ്തനായി മാറി. ധ്രുവൻ. എങ്ങനെയാണ് അപമാനം ഉണ്ടായത്? അമ്മ അച്ഛന്റെ മടിയിലിരിക്കാൻ, അതായത് സ്വന്തം അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാനായിട്ട് നോക്കിയപ്പോ ഞാൻ രണ്ടാനമ്മ പറഞ്ഞു, എന്റെ മകനായിട്ട് ഇനി ഏതെങ്കിലും ജന്മം നീ പിറക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് മഹാരാജാവിന്റെ മടിയിൽ ഇരിക്കാം, അല്ലെങ്കിൽ നീ പുറത്തു പോകൂ എന്ന് പറഞ്ഞ് അവനെ ധ്രുവനെ ആട്ടി ഇറക്കി വിട്ടു. പക്ഷെ ധ്രുവന് 5 വയസ്സുള്ള കുട്ടിയായിട്ട് പോലും ആ അപമാനം സഹിക്കാൻ പറ്റിയില്ല. സ്വന്തം അമ്മയുടെ അടുക്കൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അമ്മയ്ക്കൊന്നും സഹായിക്കാണ്ട് പറ്റിയില്ല. കാരണം അമ്മയ്ക്കറിയാം ആ രണ്ടാനമ്മയ്ക്കാണ് കൂടുതൽ പവർഫുള്ള്, കൂടുതൽ സുന്ദരി അല്ലെങ്കിൽ സ്വാധീനം, രാജാവിന്റെ അടുക്കൽ കൂടുതൽ സ്വാധീനം ഉള്ളത് അവർക്കാണെന്ന് മനസ്സിലായി ഇവർ ഒതുങ്ങിക്കൂടുവാണ് അല്ലെ. സുനീതി. അപ്പം പിന്നെ എന്താണ് പറയുന്നത്? കുട്ടികളെ സമാധാനിപ്പിക്കാനായിട്ട് എന്താണ് പറയാൻ പറ്റുന്നത്? നമ്മളൊക്കെ സാധാരണ കുട്ടികളോടൊക്കെ പറയുന്നത് എന്താണ്? നമ്മളെല്ലാരും നമ്മുടെ അച്ഛനും ഭഗവാനുണ്ട് നമുക്ക് തുണ അല്ലെ, ഭഗവാനോട് പറ. ഇതല്ലേ നമ്മൾ അവസാനം പെടുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയുന്നത്? ഭഗവാനോട് പറ. ഭഗവാൻ കാണും ഇതൊക്കെ, ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് അല്ലെ. ആ രീതിയിലല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ നീ അപ്പൊ ഭഗവാൻ എവിടെയാണെന്ന് ഈ കുട്ടിക്ക് അറിയണം. എവിടാണ് ഭഗവാൻ ഇരിക്കുന്നത്? എനിക്ക് ഭഗവാനെ കണ്ട് ചോദിക്കണം. എന്നെ എന്തുകൊണ്ട് എൻ്റെ സ്വന്തം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല? അങ്ങനെ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു, ഈ കുട്ടിയുടെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഇത് കണ്ടപ്പോൾ, ഈ ശല്യം സഹിക്കാതെ വന്നപ്പോൾ എന്തേലും പറയണ്ടേ? ഭഗവാന് വനത്തിലാണ് ഇരിക്കുന്നതെന്ന് അല്ലേ. അതുകൊണ്ട് ആദ്യത്തെ ഗുരു ആരാണ്? അമ്മയാണ്. ഈ ധ്രുവന്റെ കാര്യത്തിൽ ആദ്യത്തെ ഗുരുവാണ്. ഭഗവാൻ എങ്ങോട്ടാന്ന് വഴി തെളിച്ചു വിട്ടു അല്ലെ, വനത്തിലാണെന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ നിർബന്ധ ബുദ്ധി സഹിക്കാൻ വയ്യാതെ ആണെങ്കിലും ഭഗവാനിൽ തന്നെയാണ് ശരണാഗതി. ഭഗവാനാണ് അന്തിമ ആശ്രയം. വേറെ ആരും സഹായിക്കാനില്ലാത്ത സമയം എന്താണ്? വേറെ ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത സമയത്ത് ആർക്കും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ? ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഒരു ഗുരുവിന് മാത്രമേ ഉള്ളൂ നമ്മളെ എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അമ്മ തന്നെയാണ് ധ്രുവനെ സംബന്ധിച്ചിട്ട് ഭഗവാനെ കാണിച്ചു കൊടുത്ത ആ വഴികാട്ടി, അല്ലെങ്കിൽ ആ ടോർച്ച് ലൈറ്റ് അല്ലെ. അന്ധകാരത്തിൽ നിന്ന് എന്താണ് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് എന്താണ് ഗുരു. നമ്മൾ പറഞ്ഞല്ലോ, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുമീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയുള്ള ആദിമ ഗുരു തന്നെയായി മാറി ഇവിടെ അമ്മ. സാധാരണഗതിയിൽ അമ്മ തന്നെയാണ് ഏതൊരു വ്യക്തിയുടെയും ഗുരു അല്ലേ. മാതാപിത ഗുരു ദൈവം എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം അമ്മ തന്നെയാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ ആദ്യത്തെ ഗുരു. അമ്മ നമ്മളെ
അച്ഛനെ കാണിച്ചു തരുന്നു, ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അച്ഛൻ നമ്മളെ എന്ത് ചെയ്തു, ഒരു ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. ആ ഗുരു നമ്മളെ ഭഗവാനെ കാണിച്ചു തരുന്നു. ഇതാണ് മാതാപിതാ ഗുരുദേവ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ. അപ്പൊ ഇവിടെ ധ്രുവന് സംബന്ധിച്ച് രണ്ട് രീതിയിലും അമ്മ ഗുരുവായി മാറി. അങ്ങനെ ധ്രുവൻ അങ്ങ് വനത്തിൽ പോവാണ്. രാത്രിയിൽ ഇരുട്ടത്താണ്, ആരും തുണയില്ല, വഴി അറിയത്തില്ല, എവിടെ പോകണം, ഭഗവാൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. 5 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഭഗവാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ ഭഗവാന് മനസ്സിലായി, അപ്പം ഇതിന് പ്രോപ്പറായിട്ട് ഒരാളെ, ഇദ്ദേഹത്തിന് നേർവഴി കാണാൻ ഒരാളെ അവരെ എത്തിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് ഭഗവാൻ എപ്പം മനസ്സിൽ തോന്നുന്നുണ്ടോ, ഭഗവാനും നാരദമുനിയായിട്ട് ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ നേരിട്ട് കാണുന്നൊന്നുമില്ല, ഹൃദയം കൊണ്ടാണ്. ഭഗവാന്റെ ഇച്ഛ എപ്പോഴുണ്ടാകുന്നോ ആ സമയത്ത് നാരദമുനി പ്രവർത്തിക്കുകയാണ്. അതാണ് നാരദമുനിയുടെ മഹത്വം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ നമ്മൾ എപ്പോഴും ഉദാഹരണം പറയും, നാരദനാണെന്ന് പറയും ചില ആൾക്കാരൊക്കെ. ഇപ്പം നാരദനാണ് ഏഷണി കിട്ടുമെന്ന്. പക്ഷെ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് ചെയ്യുന്നത്. നാരദമുനി ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഭഗവാന്റെ ഇച്ഛ മാത്രമാണ് നാരദമുനി ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ആ നാരദമുനി അവിടെ എത്തി കുട്ടിയോട് പറഞ്ഞു, നീ ആരാണ്, നീ എവിടെ പോകുന്നു, നീ എന്താണ് ഈ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ ഈ കാട്ടിൽ കൂടെ? ഇവിടെ ദുഷ്ടമൃഗങ്ങളുണ്ട്, നിന്നെ പിടിച്ച് അതുങ്ങള് ഭക്ഷിക്കും. അതുപോലെ തന്നെ രാക്ഷസന്മാരുണ്ട്, നരഭോജികളുണ്ട്. ഈ കാട്ടിൽ വനാന്തരത്തിൽ വഴിയറിയാതെ നീ ഇവിടെ എന്തിനു അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്നു? നീ എത്രയും വേഗം നിന്റെ വീട്ടിലോട്ട് തിരിച്ചു പോ എന്നൊക്കെ പറഞ്ഞ് നാരദമുനി പറഞ്ഞിട്ട് ഈ കുട്ടി ഇവിടെ എല്ലാം കേൾക്കുന്നുണ്ടോ? ഈ കുട്ടി ചോദിക്കുന്നു, എവിടാണ് ഭഗവാൻ നാരായണൻ ഇരിക്കുന്നതെന്ന്. ഭഗവാൻ നാരായണൻ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരുമോ അങ്ങ്? കാണിച്ചു തരാൻ കഴിവില്ലെങ്കിൽ മാറി നിൽക്കൂ, എന്റെ വഴി തടയാതെ. അത്ര ദൃഢനിശ്ചയമാണ്. അതുകൊണ്ടാണ് പേരിൽ തന്നെ ധ്രുവൻ എന്ന് പേര് വന്നത്. ധ്രുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവ നീതിർ മതിർ മമ എന്നാണ് പറഞ്ഞത്. അതായത് ധ്രുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ വളരെ കർക്കശമായ കാഠിന്യം, കൃത്യനിഷ്ഠയുള്ളത്. അത് അത്രയും എന്താണ്, ദൃഢനിശ്ചയമാണ്, അല്ലെ? അതുകൊണ്ട് ആ പേരിൽ തന്നെ അത് വന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ തീരുമാനം വളരെ നിശ്ചയമായിരുന്നു, ദൃഢമായിരുന്നു. ഒരു തരത്തിൽ നാരദമുനിയുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങിയില്ല. ഇപ്പൊ പിന്നെ നാരദമുനിക്ക് മനസ്സിലായി, ഞാൻ ഇവന്റെ മുമ്പിൽ പരാജിതനാകുകയാണല്ലോ, ഇനിയിപ്പോ ഭഗവാനെ കിട്ടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക അല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കി ധ്രുവനെ എന്ത് ചെയ്യുന്നു, ഈ വനാന്തരത്തില് എന്താണ് അധികം ഈ ഹിംസ ജന്തുക്കളൊന്നും വരാത്ത സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശാന്ത സുന്ദരമായ സ്ഥലം കിട്ടും, അവിടെ നീ തപസ് ചെയ്യാം. ധ്രുവ മഹാരാജ തപസ് ചെയ്ത സ്ഥലം UP-യിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ ഇപ്പോൾ ടൂറിന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നൈമിഷാരണ്യത്തിന് അടുത്താണോ എന്താണെന്ന് എനിക്ക് അങ്ങനെ എന്തോ പറഞ്ഞ് കേട്ട പോലെ തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ അവിടെ പോയി ഈ ധ്രുവൻ തപസ് ചെയ്യുന്നു. തപസ് ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിലും എങ്ങനെ തപസ് ചെയ്യണമെന്ന് ഭഗവാൻ ഈ നാരദമുനി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താണ്, വെറും ഫലമൂലാദികളും ജലവും മാത്രം ഭക്ഷിച്ച് കഴിയുക. അത് കഴിഞ്ഞ് ഫലമൂലാദികൾ നിർത്തിയിട്ട് ജലം മാത്രമാക്കുക. പിന്നെ ജലവും ഉപേക്ഷിച്ചിട്ട് നിർജ്ജലമായിട്ട് തപസ് ചെയ്യുക. അപ്പം അദ്ദേഹത്തിന് ഒരു മന്ത്രം കൊടുത്തു. ഗുരുവാണ് ശരിക്കും മന്ത്രം തരേണ്ടത്, അല്ലേ? നമ്മളെ കാണിച്ചു തരികയാണ് ഭഗവാൻ ഇങ്ങനെ. അപ്പൊ ഗുരു മന്ത്രം കൊടുത്തു. എന്തായിരുന്നു ആ മന്ത്രം? ദ്വാദശാക്ഷരി മന്ത്രമാണ് ഉപദേശിച്ചു കൊടുത്തത്. ഗുരു ഉപദേശിച്ചെന്ന മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ശരിക്കും നമുക്ക് ഭഗവാന്റെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഗുരു ഉപദേശിച്ചു കൊടുത്ത ആ ദ്വാദശാക്ഷരി മന്ത്രം ആർക്കാണ് പറയാൻ പറ്റുന്നത്? കേൾക്കുന്നുണ്ടോ? നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. ഈ 12 അക്ഷരമുള്ള ഭഗവാന്റെ ബീജമന്ത്രമാണ് ആരുപദേശിച്ചു കൊടുത്തത്? ഈ പറയുന്ന നാരദമുനി ധ്രുവ മഹാരാജാവിന് ഉപദേശിച്ചു. ഞാനൊരു 10,000 തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മളത് പറയും തോറും കേൾക്കും തോറും നമ്മൾക്ക് ഭഗവാനിലേക്കുള്ള ഭക്തി കൂടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ആവർത്തന വിരസത തോന്നുന്നവരൊക്കെ ക്ഷമിക്കുക. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ധ്രുവൻ ഇങ്ങനെ തപസ്സിങ്ങനെ കാഠിന്യം കൂട്ടി അദ്ദേഹത്തിന് ഉള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ രൂപം ഉള്ളിൽ കാണാൻ തുടങ്ങി, മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം നിർജ്ജലം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അടുത്തൊരു വിദ്യയും കൂടെ എടുത്തു. ആ വിദ്യ എന്താണ്? എന്നിട്ടും ഭഗവാനെ കാണാതെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ശ്വാസം മുഴുവൻ ഉൾവലിച്ചു. ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രാണവായു കൊടുക്കുന്ന ആ ജഗത് പ്രാണനെ, ആ വായുദേവനെ ഉള്ളിലായി. ആരുടെ അടുക്കൽ? ആ ധ്രുവന്റെ ഉള്ളിലായി. അപ്പൊ എന്താണ്? നിലവിൽ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആ വായു മാത്രമേ ഉള്ളൂ.
ഈ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉള്ള ശ്വസിക്കാനുള്ള ഒരു തുച്ഛമായിട്ടുള്ള ഓക്സിജന്റെ കണ്ടന്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ തുടങ്ങി. കാര്യം എന്താണ്? നമ്മുടെ നിശ്വാസ വായിൽ കൂടെ എന്താണ് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചുകൂടി കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അങ്ങനെ ദേവലോകത്തിലും സർവ്വപ്രപഞ്ചത്തിലും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പൊ ദേവന്മാരൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. പറഞ്ഞു ഇതേപോലെ തന്നെ വായുദേവൻ ധ്രുവന്റെ ഹൃദയത്തിൽ കുടുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ എന്ന് പറഞ്ഞ് ക്ഷീരസാഗര തീരത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അതിൻ പ്രകാരം ക്ഷീരോദശകായി വിഷ്ണു എന്ത് ചെയ്തു? ആ ധ്രുവന്റെ അടുത്തേക്ക് എത്താനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ധ്രുവന്റെ അടുത്തേക്ക് വന്നെത്തി. അപ്പൊ അദ്ദേഹം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടി സാധാരണഗതിയിൽ ഭഗവാന് മറ്റുള്ള ആൾക്കാർ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തപസ്സിരിക്കുന്ന ആൾക്കാർക്ക് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വർഷം തപസ്സിരുന്നു കഴിഞ്ഞാലും മഹാദേവനും ദേവിയും അവരെല്ലാവരും പ്രത്യക്ഷപ്പെടും, ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരും. പക്ഷെ ഭഗവാൻ അങ്ങനെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വിരളമാണ്. അനേകായിരം ജന്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഭഗവാനെ ഈ യോഗികൾക്കൊന്നും പ്രത്യക്ഷപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ പക്ഷേ ഭക്തരുമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു മറ്റുള്ള ഭഗവാന്മാരെ അപേക്ഷിച്ചിട്ട് ഇങ്ങനല്ല. ഭഗവാൻ എന്താണ്? ആ കറ കളഞ്ഞ ഭക്തരാണ്. അതായത് ഇവൻ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ പ്രത്യക്ഷപ്പെടുള്ളൂ. അതാണ് ഈ ഭഗവാൻ നാരായണന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഒരു പ്രത്യേകത. അത്ര പെട്ടെന്നൊന്നും ഭഗവാനെ ആർക്കും അങ്ങനെ കിട്ടില്ല. അത് നമുക്കറിയാമല്ലോ, എത്ര കഥകളിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ ഭഗവാൻ എന്തുകൊണ്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി വന്നത് എങ്കിൽ പോലും എന്താണ് ആ ഒരു ഗുരുവിന്റെ കൃപയാൽ ആ നാരദമുനിയുടെ വാക്ക്, നാരദമുനിക്ക് കൊടുത്ത ആ വാക്ക്, പിന്നെ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞല്ലേ ഭഗവാൻ നിന്നെ രക്ഷിക്കൂ എന്നുള്ള, ഇങ്ങനെ കുറേ വാക്കുകളുടെ ബന്ധനത്തിലായി ഭഗവാൻ. പിന്നെ വെറും 6 മാസം എടുത്തിട്ടുള്ളൂ അല്ലെ, ഇതൊരു കുട്ടിയല്ലേ, ഈ കുട്ടിക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, ഇത്രയും ദൃഢനിശ്ചയം എടുത്ത് ചെയ്തതല്ലേ. അപ്പോൾ ഭഗവാൻ ആ കുട്ടിയോട് അലിവ് തോന്നുവാണ്, മെർസി തോന്നുവാണ്. അങ്ങനെ ഭഗവാൻ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ശംഖ് എടുത്ത് പാഞ്ചജന്യം എടുത്തിട്ട് ധ്രുവന്റെ ശിരസിൽ വെച്ചു. ധ്രുവന്റെ ശിരസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തു? ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം അങ്ങ് മാഞ്ഞുപോയി. ഉള്ളിലിരിക്കുന്ന രൂപം കാണാതായപ്പോഴത്തേനും ധ്രുവൻ ഉള്ളിലേക്ക് മെഡിറ്റേറ്റ് ചെയ്യുവാണ്. നമ്മൾ അതുകൊണ്ടല്ല ആചാര്യന്മാരെല്ലാം പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് നോക്കൂ, ഉള്ളിലേക്ക് നോക്കുന്നു. ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ധ്രുവൻ. പെട്ടെന്ന് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അങ്ങ് മാഞ്ഞു പോയപ്പോഴത്തേക്കിനും ധ്രുവൻ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുങ്കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ടേച്ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. ആ ഭഗവാൻ ഇങ്ങനെ ആ കസ്തൂരി തിലകൊക്കെ ഇട്ട് കസ്തൂരിയുടെ ഗന്ധവും അതുപോലെ തന്നെ സർവ ആഭരണ വിഭൂഷിതനായിട്ട് തിലകങ്ങളെല്ലാം ധരിച്ച് കൗസ്തുഭമണി എല്ലാം ധരിച്ച് ആ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു. ഭഗവാനെ അങ്ങ് കണ്ട മാത്രയില് ധ്രുവന് എന്താണ് പറയേണ്ടത് ഒന്നും അറിയുന്നില്ല, ധ്രുവന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ ഒരു ശ്ലോകം യോന്ത പ്രവിശ്യ മമവാചീവാം എന്ന് പറഞ്ഞ്, അത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എനിക്കറിയാം. എന്നാ മാതാജി എന്ന് പഠിയേ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്തെ അഖില ശക്തിധര സ്വധാമ്ന അന്യാംശഹസ്ത സരണ ശ്രമത്വകാദിൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതായത് പുരുഷായ തുഭ്യം, ശരിക്കുള്ള സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷനാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കയറി അങ്ങ് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് സംസാരിക്കാനായിട്ടുള്ള കഴിവ് കിട്ടുകയുള്ളൂ. എന്റെ വാണിയിൽ കൂടെ വരുന്നതൊക്കെ നിന്നെപ്പറ്റി എന്തെങ്കിലും പ്രകീർത്തിരിക്കണമെങ്കിൽ അത് നീ തന്നെ ഉള്ളിൽ കയറി ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് പ്രാവർത്തികമാകുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ യോന്ത പ്രവേശ, എന്റെ ഉള്ളിൽ പ്രവേശിച്ച് നിന്നെ തന്നെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നീ തന്നെ പറഞ്ഞു തരണേ എന്നാണ് പറയുന്നത് അല്ലേ. യോന്ത പ്രവിശ മമവാചീവാം പ്രസൂത സഞ്ജീവന എത്ര ശക്തിധര സ്വധാമ്ന അന്യാംശ ഹസ്തവരണ ശ്രവണ പ്രഹാദം. ഇന്ദ്രിയങ്ങളെല്ലാം
നീ അതിനകത്തൂടെ എന്റെ പ്രവേശിച്ച് ഇന്ദ്രിയങ്ങളെ മനസ്സിനെ എല്ലാം തന്നെ നിന്റെ നിയന്ത്രണത്തിലാകണം. ഭഗവാൻ ഋഷികേശനാണല്ലേ ഇന്ദ്രിയങ്ങളുടെ എല്ലാം അധിപതി. അങ്ങനെ ആ ധ്രുവൻ ചോദിക്കുകയാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തപസ് ഇത്രയും കഠിന തപസ് ചെയ്തത് അല്ലേ? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്? വെറും കുപ്പിച്ചില്ല് ചീള് പീസുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തപസ് ചെയ്തല്ലേ? എന്താണ്? എൻ്റെ അച്ഛന്റെ മടിയിൽ ഒന്ന് ഇരിക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടല്ലേ ഞാൻ ചെയ്തത്. ഒരു കുട്ടി എന്ന നിലയില്, ഒരു ക്ഷത്രിയൻ എന്ന പുള്ളി നിലയില് ഞാൻ ചെയ്ത ഏറ്റവും എല്ലാം ഭൗതികമാണ് വലിയ അപരാധമല്ലേ? ഇതിനു വേണ്ടിയിട്ടൊക്കെ ഇത്രയും വലിയ ഡയമണ്ട് ഖനിയാണ്, സ്വർണ്ണ ഖനിയാണ് നിൽക്കുന്നത്. സാക്ഷാൽ ഡയമണ്ട് ആണ് എന്റെ മുൻപിൽ നിൽക്കുന്നത്. നീ ഉള്ളപ്പം പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തപസ് ചെയ്തത്? നീ തന്നെ ഡയമണ്ട് അല്ലേ, സാക്ഷാൽ ഡയമണ്ട്. അപ്പൊ ആ ഭഗവാൻ എന്ത് ചെയ്തു? ധ്രുവന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഈ ആ, ഈ രാ- ഈ രാജ്യത്തിന്റെ, ഉത്താനപാലന്റെ ആ രാജ്യത്തിന്റെ പദവി ഏറ്റെടുക്കുക മാത്രമല്ല, അതുപോലെ തന്നെ എന്താണ് കൊടുത്തത്? ധ്രുവമണ്ഡലം, ബ്രഹ്മദേവന്റെ മണ്ഡലത്തെക്കാളും ബ്രഹ്മലോകം അല്ലെങ്കിൽ സത്യലോകത്തെക്കാളും ഉയർന്ന ധ്രുവ നക്ഷത്രം എന്നുള്ള ഒരു പുരം തന്നെ ഭഗവാൻ നിർമ്മിച്ചിട്ട് ധ്രുവന് കൊടുത്തു. വെറുതെ എവിടെ ഇരിക്കാനായിരുന്നു ആഗ്രഹം? അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹമായിട്ട് വന്ന ഒരു കുട്ടിക്ക് ഭഗവാൻ കൊടുത്തതോ എന്താണ്? ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. അതുപോലെ മഹാബലിക്ക് ഭഗവാൻ സുതലം സൃഷ്ടിച്ചു കൊടുത്തു. നമ്മൾ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന് മലയാളികൾ പറയുന്ന ആ മഹാബലി ഇരിക്കുന്ന പുരം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന സുതലത്തിലാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ കൊടുക്കുന്ന ആ സായുജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്ത് പിറന്നാൽ നാരായണ ജയ, അല്ലേ? ഒരു ഫലമുണ്ടോ? നമുക്ക് വേറെ ഏതെങ്കിലും ഫലമുണ്ടോ? ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വെച്ചേൻ, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ. അപ്പൊ അങ്ങനെ ആ ധ്രുവന് എന്താണ്? ഒരു ധ്രുവ ലോകം തന്നെ കൊടുത്തു. അപ്പൊ അതാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന ആ ക്ഷത്രിയന്മാർക്കുണ്ടാകുന്ന ഈ ചാബല്യങ്ങളൊക്കെ തന്നെ ധ്രുവൻ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നാൽ പോലും അവരുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അപ്പം നീ എന്താണ്? ആ ഒരു ക്ഷത്രിയർക്ക് ഈ നാണക്കേട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നീ അതായത് ക്ഷത്രിയന്മാരുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. നാണക്കേട് സഹിക്കാൻ പറ്റത്തില്ല. വേറെ ഒരാൾക്ക് ഇതുപോലെ നാണക്കേട് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. ആരെ ഓർമ്മയുണ്ടോ? ദ്രോണാചാര്യരാണോ? അതെ, ദ്രോണാചാര്യർക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ സഹപാഠിയോടുള്ള ഒരു ഈഗോ മൂത്തിട്ട് അങ്ങനെ സഹപാഠിയായിട്ടുള്ള ദ്രുപദനോട് ഇതേപോലെ ദേഷ്യം തോന്നിയിട്ട് ആണ് അദ്ദേഹം ഈ അർജുനനെ പോലെയുള്ള ശിഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരായിരുന്നു? അമ്പ അല്ലേ? അമ്പയ്ക്ക് ഇങ്ങനെ ആ നാണക്കേട് സഹിക്കാൻ പറ്റിയില്ല. കാര്യം ഭീഷ്മർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ചു വന്നപ്പോൾ സാല്യൻ സ്വീകരിച്ചില്ല. അപ്പം എന്ത് ചെയ്തു? ആ അപമാനം സഹിക്കാൻ വയ്യാതെ തിരിച്ചു വന്നപ്പോഴും ഭീഷ്മരും അവരെല്ലാരും കൈ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പയ്ക്ക് എന്താണ്? പരശുരാമനെ പോയി തപസ് ചെയ്തു. അങ്ങനെ ദേഹം ത്യജിച്ചു. പിന്നീട് ശിഖണ്ഡിയായിട്ട് ജനിച്ചു. എന്നിട്ട് എത്ര കാലം കാത്തിരുന്നു അമ്പ ഈ ഭീഷ്മരെ വധിക്കാനായിട്ടല്ലേ? പുനർജന്മം എടുക്കേണ്ടി വന്നു. മഹാദേവനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നല്ലേ ആ ഒരു പ്രതികാരം തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ക്ഷത്രിയർക്ക് എന്താണ് പറയുന്നത്? ഈ നാണക്കേട്, അപമാനത്തിനേക്കാൾ ഭേദം എന്താണ്? ജീവൻ ത്യജിക്കുന്നത് തന്നെയാണ് അല്ലെ? ആ യുദ്ധത്തിൽ ജീവൻ പോകുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള അപമാനം, ഈ നാണക്കേടിനേക്കാളും നല്ലത് എന്നുള്ള രീതിയിൽ ഇവിടെ ഭഗവാൻ പറയുവാണ്. ഹരേ കൃഷ്ണ. 35-ാമത്തെ ശ്ലോകം. ഭയാദ്രണാദ് പരദം മംസ്യന്തേ ത്വാം മഹാരഥ യേഷാഞ്ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാദ്രണാദു പരദം മംസ്യന്തേ ത്വാം മഹാരഥ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 35. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്
ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭയാദ്രണാദുപരദം വംസന്തേ ത്വം മഹാരഥ യേഷാം ചാത്വം ബഹുമതോ ഭൂത്യ യാസ്യസി ലാഘവം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. മഹാരഥ, മഹാരഥന്മാർ, ത്വാം നിന്നെ, ഭയാത് ഭയം ഹേതുവായിട്ട്, രണാത് രണത്തിൽ നിന്ന്, ഉപരഥം പിന്മാറിയെന്നവനെന്ന്, മംസ്യന്തേ വിചാരിക്കും, യേഷാം യാതൊരുവർക്ക്, ത്വം നീ, ബഹുമതഃ ബഹുമാന്യനായി, ഭൂത്വ ഭവിച്ചിട്ട്, അധുന ഇപ്പോൾ, ലാഘവത്തെ അല്ലെങ്കിൽ നിസ്സാരതയെ, യാസ്യസി പ്രാപിക്കും. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരിക്കുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും. അതായത് ഭയം കൊണ്ട് മാത്രമാണ് അർജുനൻ യുദ്ധരംഗത്ത് പോയതെന്ന് നിന്റെ പ്രശസ്തി, അതായത് പാശുപതാസ്ത്രം പോലെയുള്ള ആ അത്രയും ദിവ്യമായ അസ്ത്രം ആരിൽ നിന്നാണ്? മഹാദേവനോട് യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ടാണ്. മഹാദേവനെ പരാജയപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ മഹാദേവനെ പരാജയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൽ നിന്ന് പാശുപതാസ്ത്രം സ്വന്തമാക്കിയ ആളാണ് അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു അർജുനൻ ഇതേപോലെ എത്ര ബലഹീനനായി പേടിച്ചോടിയെന്ന് നിന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരെ പറഞ്ഞിട്ട് അവർ നിന്നെ വളരെ നിസ്സാരനായിട്ട് കരുതുമെന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാവാർത്ഥം സുജന മാതാജി. ഹരേ കൃഷ്ണ. ഭഗവതി വാസുദേവായ. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് തന്റെ തീരുമാനം തുടർന്ന് പറയുന്നു. ദുര്യോധനൻ, കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയപ്പെട്ടാണ് സ്ഥലം വിട്ടതെന്ന് കരുതുകയുള്ളൂ. മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സോദരനോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ വൃദ്ധജനങ്ങളോടോ മാനവസ്യ സമുദായത്തോട് തന്നെയോ കടപ്പാടൊന്നുമില്ല. ഭാഗവതം 11:5-40. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് കൂടുതൽ വിശദീകരിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ പോയതെന്ന് മാനിച്ച് നിന്നെക്കുറിച്ച് അവർക്കുള്ള മതിപ്പ് അത്രയും നശിക്കുകയും ചെയ്യും. അപ്പൊ അർജുനനെ എങ്ങനെ പരാജയപ്പെടുത്തും? അപ്പൊ അർജുനനെ ബദലായിട്ട് അവര് കർണനെ കൊണ്ടുവന്നിട്ടുണ്ട് അർജുനനോട് ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അർജുനനെ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം എപ്പോഴും അതുപോലെ അർജുനൻ വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ്? ശ്രീകൃഷ്ണന്റെ പെങ്ങളാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യില്ലാന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ഈ ശ്രീകൃഷ്ണന്റെ നാരായണി സേന, ദ്വാരകയിലെ നാരായണി സേന മുഴുവനും അവരുടെ കൂടെ ആണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം സൂത്രധാരിയാണ് അല്ലെങ്കിൽ മായാജാലക്കാരനാണെന്ന് എപ്പോഴും ദുര്യോധനൻ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം വല്ല മായാവിദ്യ പ്രവർത്തിക്കുമോ എന്നൊക്കെ ഇവർക്ക് നല്ല ഭയവുമുണ്ട്. അപ്പൊ അങ്ങനെ ഈ അർജുനൻ വില്ലാളിവേൻ അർജുനന്റെ ആ ഒരു അർജുനന് എന്താ പറഞ്ഞ വായുവിനെയും കാറ്റിനെയും ഒക്കെ തന്നെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. പിന്നെ ഭഗവാന്റെ കൂടെ വൈകുണ്ഠ ലോകത്തിൽ വരെ പോയ ഒരു വ്യക്തിയാണ് അല്ലെ. അത് ഏത് ലീലയിലാണ്? സന്താന ഗോപാല ലീലയില്. അപ്പം അത്രയും വലിയ ശക്തിയുള്ള ആ ഒരു ആളാണ്. അപ്പൊ ആ ഒരു അർജുനന് ഇതേപോലെ ഒരു പാകപ്പിഴ പറ്റിയെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും അവരൊക്കെ നിന്നെപ്പറ്റി നിന്റെ കീർത്തി പറഞ്ഞ ആൾക്കാർ അതേ നാവ് കൊണ്ട് തന്നെ നിന്നെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കും. ബലഹീനൻ എന്ന് പറഞ്ഞ് അപമാനിക്കും. അടുത്തത് 36-ാമത്തെ ശ്ലോകം. അവാച്യാ വാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. അവാച്യ വാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാം നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അവാച്യവാദാം ച ബഹൂൻ
വദിഷ്യന്തി തവാഹിതാः നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. തവ നിന്റെ, അഹിത ശത്രുക്കൾ, തവ നിന്റെ സാമർത്ഥ്യം, സാമർത്ഥ്യത്തെ, നിന്ദന്ത നിന്ദിക്കുന്നവരായി, ബഹൂൻ പല വിധത്തിലുള്ള, അവാച്യവാദാൻ ച വചനാർഹങ്ങളല്ലാത്ത വാക്കുകളെയും, വദിഷ്യന്തി പറയും, തഥാ അതിനേക്കാൾ ദുഃഖതരം കൂടുതൽ ദുഃഖതരമായിട്ട്, കിംനു എന്താണുള്ളത്. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ, ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം ചെയ്ത് ശ്രീലപ്രഭുപാദ്, ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും, ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്. അപ്പൊ വീണ്ടും അതിനെ ഒന്നുകൂടെ കൂടുതൽ ഭഗവാൻ അതിനകത്ത് മസാല ഇട്ട് കൊടുക്കുവാണ്. അതായത് ഈ അർജുനന്റെ മനസ്സിലുള്ള ഈ ഒരു മോശം ചിന്താഗതിയെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിൻ്റെ അകത്ത് വീണ്ടും എരിവും പുളിയൊക്കെ ചേർത്ത് ഇങ്ങനെ കൊടുക്കുവാണ് അല്ലെ. ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, ഒന്നൊന്നും അല്ല പറയുന്നു, ഒരുപാട് പറയും. അതുപോലെ തന്നെ ഈ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്നെപ്പറ്റി വളരെ രീതിയിലുള്ള അകീർത്തിയായിരിക്കും എല്ലായിടത്തും പരക്കുന്നത് അല്ലെ. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ എന്നുള്ള പേരിന് പകരം എന്താണ്, ഭീരുവായിട്ടുള്ള അർജുനൻ എന്നുള്ള പേരിൽ അറിയപ്പെടേണ്ടി വരും. നിന്റെ കഴിവില്ലായ്മയെ പറ്റി അവരെല്ലാവരും പുച്ഛിക്കും, ഇതിലും ദുഃഖകരമായിട്ട് നിനക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഇത്ര അപമാനം പേറിയിട്ട്. അപ്പം ഇതിന്റെ ഭാവാർത്ഥം വായിക്കുന്നത് ആരാണ്? പത്മമാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ആദ്യം അർജുനന്റെ ആസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭാവാർത്ഥത്തിൽ അനുകമ്പാവേശം കൊണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അപ്പൊ അർജുനന് മാത്രം എന്താണ് ഇങ്ങനെ അനുകമ്പ? അപ്പൊ മറ്റവർക്കാർ വിചാരം അനുകമ്പ ഇല്ലേ? അപ്പൊ അർജുനന് ഈ സഹജീവികളോടുള്ള, അതായത് ഒരു വൈഷ്ണവനെ പറ്റത്തുള്ളൂ അല്ലെ, ദുഃഖിയായിരിക്കുള്ള വൈഷ്ണവന്. അപ്പൊ അങ്ങനെ ആ കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചെന്ന് പറയുകയും ചെയ്തു. അതായത് ആര്യന്മാർക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, അവരെല്ലാവരോടും എന്താണ് സമാന നിലപാട് പുലർത്തുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഒരു അനുകമ്പയോ മമതയോ ഒന്നും തന്നെ ആരോടും കാണുന്നില്ല. ഇത് ആര്യന്മാർക്ക് യോജിച്ചതല്ല, അനാര്യന്മാർക്ക് മാത്രം യോജിച്ചാണെന്ന് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തന്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനന്റെ ആ ഒരു സോഫ്റ്റ് കോർണർ, ആ ഒരു ഇതിനെ എടുത്തെടുത്തെടുത്ത് പറയുവാണ്. അർജുനന്റെ ഒരു കരുണാർത്ഥ ഭാവത്തെ പറ്റി കൂടുതൽ പറയുവാണ്. അടുത്ത 37-ാമത്തെ ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. മാതാജി മൈക്ക് ഓഫ് ആണ്. അടുത്ത മാതാജി ഓൺ ആക്കുന്നുണ്ടോ അതോ? हतो वा प्राप्स्यसि सर्गं जित्वा वा भोक्ष्यसे महिं तस्मादुत्तिष्ठ कौन्तेय युद्धाय कृतनिश्चया. ഹരേ കൃഷ്ണ.
ഹതവ വാ കൊല്ലപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തെ പ്രാപ്സ്യസി നീ പ്രാപിക്കും. ജിത്വാ വാ ജയിച്ചാൽ ആവട്ടെ മഹിം ഭൂമിയെ ഭോഷ്യസേ നീ ഭുജിക്കും അല്ലെങ്കിൽ അനുഭവിക്കും. തസ്മാത് അതുകൊണ്ട് കൗന്ദേയ കുന്തിപുത്ര യുദ്ധായ യുദ്ധത്തിന് കൃതനിശ്ചയ ഉറച്ചിട്ട് അല്ലെങ്കിൽ ഉത്തിഷ്ഠ എഴുന്നേൽക്കുക. കുന്തിപുത്ര ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. ഹരേ കൃഷ്ണ. സബിതാ മാതാജി അതിന്റെ ഭാവാർത്ഥം. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ജയം അർജുനന്റെ കക്ഷിക്കാവുമെന്ന് നിശ്ചയിക്കാനാവില്ല, എങ്കിലും യുദ്ധം ചെയ്തേ കഴിയൂ. രണാങ്കലത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും ലോകങ്ങളിൽ വാഴാമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ്. ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് സ്വർഗം പോകുന്നത്? കാര്യം കുരുക്ഷേത്രമാണല്ലോ അല്ലെ. കുരുക്ഷേത്ര ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ നമ്മൾ ആദ്യം കേട്ടാണല്ലോ. കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് ആര് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരൊക്കെ സ്വർഗം പോകുമെന്ന് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു കുരു രാജാവിന് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയുടെ പവിത്രത കൊണ്ട് നീ പോകും. അല്ല എങ്കിൽ തന്നെ യുദ്ധത്തിൽ വീരസ്വർഗം യുദ്ധത്തിൽ മരണപ്പെടുന്ന പൊരുതി മരിക്കുന്ന ഈ ക്ഷത്രിയർക്കൊക്കെ തന്നെ വീരസ്വർഗം എന്ന് പുരാണങ്ങളിൽ ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടും നീ എങ്ങനെ പോകും? നീ സ്വർഗം പ്രാപിക്കും. വീരന്മാർ മാത്രം താമസിക്കുന്ന സ്വർഗത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കാനായിട്ട് വരും. അല്ലെങ്കിൽ എന്താണ്, ജയമാണ് സംഭവിച്ചെങ്കിൽ നീ എന്താണ്, സാമ്രാജ്യം ഭരിക്കും. ഈ ഹസ്തിനപുരി മുഴുവനും നീ ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തെ എഴുന്നേറ്റ് ചെയ്യൂ. ഇതിന്റെ രണ്ടിന്റെ ഫലത്തെപ്പറ്റി നീ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. എന്തായാലും ഇത് രണ്ടായാലും നിന്നെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. പരാജയപ്പെടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെടുവാണെന്നുണ്ടെങ്കിൽ എവിടെ പോയി എന്ത് ചെയ്യാം? സ്വർഗരാജ്യങ്ങളിൽ പോയി സുഖിച്ചു വസിക്കാം. എന്നാണെങ്കിൽ ജയിക്കുവാണെന്നുണ്ടെങ്കിൽ രാജ്യം ഭരിക്കാം. ഇത് രണ്ടായാലും നിനക്ക് നേട്ടം തന്നെയാണ് എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ വീണ്ടും പറഞ്ഞു കൊടുക്കുവാണ്. ഹരേ കൃഷ്ണ. 38ാമത്തെ ശ്ലോകം. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഹരേ കൃഷ്ണ. സുഖദുഃഖങ്ങളുടെയും ലാഭനഷ്ടങ്ങളെയും ജയാജയോ ജയപരാജയങ്ങളെ സമമായിട്ട് കൃത്വ ചെയ്തിട്ട് അല്ലെങ്കിൽ വിചാരിച്ചിട്ട് തഥാ അനന്തരം യുദ്ധത്തിനായിട്ട് യുജസ്വ ഒരുങ്ങിയാലും ഏവ ഇപ്രകാരം പാപത്തെ നവാപ്സ്യസി പ്രാപിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ശിവി മാതാജി ശ്ലോകം ഒന്ന് വായിച്ചു. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജി ശ്ലോകം. സുഖദുഃഖസമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദരുടെ വിവർത്തനം. യുദ്ധത്തിനു വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപം ഏൽക്കില്ല. അപ്പൊ ഈ യുദ്ധത്തിൽ പാപം ഏൽക്കാതിരിക്കണമെങ്കിൽ നീ എന്താണ്, യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുക. ഇതൊരു യുദ്ധമല്ലേ, യുദ്ധം നീതിയാണ് അല്ലെ. യുദ്ധം ഒരു നീതി അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന് ധർമ്മം അല്ലെങ്കിൽ നീതി അല്ലെങ്കിൽ ഇതിനു വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ചിട്ട് നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് നീ ഒരിക്കലും ഓർക്കരുത്. അപ്പൊ ഇങ്ങനെ അതിന്റെ അനന്തരഫലം എന്താകുമെന്ന്, അതായത് ഫലേച്ഛയില്ലാത്തുള്ള കർമ്മം ചെയ്യുക എന്നാണല്ലോ ഭഗവാൻ നമ്മളെ ഭഗവത്ഗീതയിലൂടെ പഠിപ്പിക്കുന്നത് അല്ലെ. സർവം കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ആ
അങ്ങനെയുള്ള കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെ പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഫലം തരുന്നത് ഭഗവാനാണ്. ഞാനാണ് ഇതിന്റെ എല്ലാം ഫലം തരുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ മുമ്പിൽ ഇരുന്ന് പറയുവാണ്, നീ ഇത് നിന്റെ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെന്താണ് ഒന്നുകൂടെ ആലോചിക്കാനുള്ളത്? അപ്പോൾ അതിന്റെ ജയമോ തോൽവിയോ ലാഭമോ നഷ്ടമോ പരാജയമോ വിജയമോ സന്തുഷ്ടിയോ സന്താപമോ ഒന്നും തന്നെ ആലോചിച്ചിട്ട് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ്, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരിക്കലും പാപമേൽക്കേണ്ടി വരത്തുമില്ല. കാര്യം അതെന്താണ്, ഭഗവാന്റെ ഉപദേശമാണ് അല്ലേ. ഭഗവാൻ പറയുന്ന രീതി ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാം പഠിക്കുന്നത് അല്ലേ. ഭഗവാൻ പറഞ്ഞ ഭഗവാന്റെ വാണിയായ ഭഗവത്ഗീത ഫോളോ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ടാണ് ശാസ്ത്ര ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അല്ലേ. വേദങ്ങളുടെ അന്ത്യം ഭഗവാനാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഭഗവാന്റെ ആ ഇച്ഛ അനുസരിച്ചിട്ട് ഭഗവാന്റെ ആ ഒരു പറയുന്നത് പോലെ തന്നെ ജീവിച്ചു കാണിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്. കാര്യം ഭഗവാൻ ചെയ്ത പ്രവൃത്തികളെ നമ്മൾ അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്, ഭഗവാന്റെ ലീലാസ്മരണം ചെയ്യുക, അതുപോലെ തന്നെ ഭഗവാന്റെ വാണിയായ ഭഗവത്ഗീത അതേപടി തന്നെ ഫോളോ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? എത്ര പേർക്ക് സാധിക്കും ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്താനായിട്ട്? സാധിക്കുമോ? ഇല്ല. 16,108 വിവാഹം കഴിച്ചിട്ട് അത്രയും 16,108 കൊട്ടാരങ്ങളും ഉണ്ടായി. അതിൽ അത്രയും പേരുടെ കൂടെ ഒരേ സമയത്ത് ജീവിക്കാണ്ട് എത്ര പേർക്ക് സാധിക്കും? നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഈ 9 ലക്ഷം ഗോപികമാരുടെ ഒരേ സമയത്ത് രാസലീലയാടി അത്രയും പേരുടെ അടുക്കൽ 9 ലക്ഷമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മള് ഭഗവാനെ അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചോദ്യം ചെയ്യാതെ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതിന്റെ ഭാവാർത്ഥം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഭാവാർത്ഥ രതിദേവി മാതാജി. ആ മാധവി രാധാ മാതാജി കയറിയിരുന്നോ? മാതാജി വായിച്ചോളൂ. ഭാവാർത്ഥം ആര് വായിക്കണം? മാധവി രാധാ മാതാജി വായിക്കുന്നോ? വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഇന്ന് രതിദേവി മാതാജി തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, ഞാൻ അദ്ദേഹം മാതാജി വായിക്കുന്നോണ്ടാണ് ഇതെന്താ രണ്ടുപേരോട് അങ്ങനെ പറഞ്ഞ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? മാധവി രാധാ മാതാജി വായിക്കാൻ പറ്റുമോ? വായിക്കട്ടെ. മാതാജി വായിക്കട്ടെ. വായിച്ചില്ലല്ലോ, വായിക്കട്ടെ. യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് കൃഷ്ണന്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയാപരാജയങ്ങളെയോ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാവണം എന്നതാണ് ദിവ്യമായ അവബോധം. അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണം ഉണ്ടാവില്ല. സ്വന്തം ഇന്ദ്രിയസുഖത്തിനായി ചെയ്യുന്ന കർമ്മം സത്വഗുണത്തോടു കൂടിയായാലും രജോ ഗുണത്തോടു കൂടിയായാലും ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നത് പോലെ മറ്റാരോടും കടപ്പാടില്ല. അയാൾക്ക് ആരോടും ബാധ്യതയും ഇല്ല. ബാക്കി ഞാൻ രതിദേവി മാതാജി വായിച്ചോളൂന്ന്. ഹരേ കൃഷ്ണ. ദേവർഷീഭൂതാർത്ഥ നൃണാം പിതൃണാം അഹിം കരോന്യായ മൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർദം. സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണന് മുകുന്ദന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോട് തന്നെയോ കടപ്പാടൊന്നുമില്ല. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് കൂടുതൽ വിശദീകരിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പം നീ എന്താണ് ഇതിനകത്ത് ജയാപരാജയങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. അത് തന്നെയാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് അല്ലേ. നമ്മളുടെ പ്രവൃത്തി ചെയ്യുക, അതിന്റെ ഫലം ഇച്ഛിക്കരുതെന്ന്, ഫലം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യുക. അപ്പൊ ഭഗവാനാണ് ഇതിന്റെ ഫലം തരുന്നത്.
ഭോക്താരാം യജ്ഞതപസ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഭഗവാനാണ് അതിന്റെ ഫലം തരുന്നത്, ഭഗവാനാണ് എല്ലാത്തിൻ്റെ ഭോക്താവ്. ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും തന്നെ ഫലമില്ല. നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അതിന്റെ പ്രതിപ്രവർത്തനങ്ങളിൽ, അതിപ്പോ സത്വഗുണത്തിലായാൽ തന്നെയും രജോ ഗുണത്തിലായാൽ തന്നെയും അതിന്റെ എല്ലാം പ്രതിപ്രവർത്തനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് തരത്തിലുള്ള ഗുണത്തിൽ കൂടെ ആണെങ്കിലും അതെന്താണ്? കയറാണ് അല്ലെ. സത്വഗുണത്തിലാണെങ്കിൽ എന്താണ്? സ്വർണം കൊണ്ടുള്ള കയറ്. രജോ ഗുണത്തിലാണെങ്കിൽ വെള്ളി കൊണ്ടുള്ള കയറ്. തമോ ഗുണത്തിലാണെങ്കിൽ അത് ഇരുമ്പ് കൊണ്ടുള്ള കയറാണ്. ഇപ്പൊ മൂന്നായാലും ബന്ധനം തന്നെയാണ് അല്ലെ. നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഭഗവാൻ പറയുന്നത് പോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഫലം എന്താണ്? നള്ളിഫായി പോകും. കാര്യം ഫലം തരുന്നത് ഭഗവാനാണ്. ഈ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനം നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണാവബോധത്തോട് ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷമോ സന്താപമോ ലാഭമോ നഷ്ടമോ ജയപരാജയങ്ങളെ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്തുകൊണ്ടും കൃഷ്ണന് വേണ്ടി ആവണം എന്നതാണ് ദിവ്യമായ അവബോധം. അത് കൃഷ്ണന് വേണ്ടിയാണെന്നുള്ളൊരു ബോധം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിട്ട് അത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ആ ഒരു പരിസമാപ്തിയിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് കൃഷ്ണന് വേണ്ടിയിട്ടാണ് എന്നുള്ള നമുക്കൊരു ബോധം ഉണ്ടാകണം. നമ്മളിപ്പം ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തില് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അതേപടി ഫോളോ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ അതിനെ വികലമാക്കാറുണ്ട് അല്ലേ. അപ്പൊ ആ സാഹചര്യത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി വിശകലനം ചെയ്തിട്ട് വിചിന്തനം ചെയ്തിട്ടാണ് അത് ആപ്ലിക്കബിൾ ആകേണ്ടത്. ആപ്ലിക്കേഷൻ, ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ഭഗവത്ഗീതയുടെ. ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പിന്നീട് ഓരോരോ അധ്യായങ്ങളിൽ കൂടെ ചെന്ന് കഴിയുമ്പോൾ പഠിച്ചു പോകും. ഇതിന്റെ വ്യക്തിപരമായ നമ്മളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ പകർത്തും. ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ശരീരമല്ലേ നശിക്കുന്നുള്ളൂ, ആത്മാവിനെ ആർക്കും കൊല്ലാനോ, ആത്മാവ് അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, ജനന മരണങ്ങളില്ല. ആത്മാവിന് അഗ്നിയാലോ ആയുധങ്ങളാലോ കാറ്റിനാലോ ഒന്നും തന്നെ ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ പേരെ കൊല്ലുവാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ വാണി അതേപടി ഫോളോ ചെയ്യണം, ചോദ്യം ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് സാധിക്കുമോ? നമുക്ക് അതിനെ ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റിയ പ്രവൃത്തിയാണ്? അല്ല. യാതൊരു തരത്തിലും ഭഗവാനിൽ സമർപ്പിക്കും. പക്ഷെ ഒരു ക്ഷത്രിയനാണ് ഇത് ചെയ്തതെങ്കിൽ, ഒരു രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പട്ടാളക്കാരൻ കുറച്ച് പാകിസ്ഥാനികളെ വെടിവെച്ച് കൊന്നു എങ്കിൽ അത് എന്താണ്? അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അല്ലെ. രാജ്യത്തിന്റെ ഭാവി, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പാപകർമ്മങ്ങളും ഏൽക്കുന്നില്ല. പക്ഷെ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മള് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ ജീവൻ എടുത്തു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇത് ആത്മാവാണ്. ഈവൻ അച്ഛനമ്മമാരെ കൊല്ലാനും അല്ലെങ്കിൽ എന്താ പറയുന്നത് പിതൃക്കന്മാരെയോ ഗുരുക്കന്മാരെയോ കൊല്ലുന്നതിന് പോലും കുഴപ്പമില്ല. കാര്യം നമ്മൾ അവിടെ ശരീരത്തെ അല്ലേ ഇല്ലാതാക്കുന്നുള്ളൂ, അവരെ നമ്മൾ മോശപ്രാപ്തിക്ക് അർഹരാക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഇതിനെ വികലമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പണി കിട്ടുമെന്ന് പറയണ്ട അല്ലേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനെ നമ്മൾ അതിന്റെ നേരായിട്ടുള്ള രീതിയിൽ എടുക്കണം, ഭഗവാൻ പറഞ്ഞിട്ടുള്ള അതേ അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം ഇതിനെ പറയുന്നത്. ചില ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ്? ഒരു കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ഒരാളായിട്ടാണ് പറയുന്നത്. ഭഗവാൻ ഇതിന്റെ അവസാനം പറയുന്നത് എന്താണ്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, ഇനി നീ നിന്റെ മനസ്സിലിരുന്ന് വിചിന്തനം ചെയ്തിട്ട് ആലോചിച്ചിട്ട് ഉചിതമായത് ചെയ്യൂന്നാണ് പറഞ്ഞത്. നീ ചെയ്യണമെന്ന് പറയുന്നില്ല ഉറപ്പിച്ചിട്ടല്ലേ. നീ യുദ്ധം ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നീ നിന്റെ കർമ്മം ചെയ്യാനായിട്ട് ഭഗവാൻ എന്താണ്? കർമ്മം അല്ലെങ്കിൽ ധർമ്മത്തെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ 700 ശ്ലോകങ്ങളിൽ കൂടെ ചെയ്യുന്നത്. എന്താണ് നീ ശരിയായിട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മം അല്ലെങ്കിൽ ഒരു കടമ എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ കൂടെയൊക്കെ. അപ്പം നമ്മളുടെ ഇന്ദ്രിയ സുഖത്തിനായി അല്ലെങ്കിൽ നമ്മളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫെയിമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പൊ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ഓഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പം കുറെ നോൺ വെജ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഭഗവാനിൽ സമർപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണോ അത്? അല്ലല്ലോ. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലെ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി. നീ അത് ഭക്തിയോടുകൂടി എനിക്ക് നിവേദിക്കൂ. പത്രം പുഷ്പം ഫലം തോയം. എന്താണ് പത്രം?
ഒരു ഇലയോ പൂവോ കായോ പഴമോ നീ ഭക്തിയോടുകൂടി എനിക്ക് നിവേദിച്ചിട്ട് നീ അത് പ്രസാദമായിട്ട് കഴിക്കുക. അതിലെ എല്ലാ പാപകർമ്മങ്ങളും ഞാൻ എടുത്തു മാറ്റി തരും. എൻ്റെ പ്രസാദമായ എൻ്റെ മെർസിയായ പ്രസാദം നീ കഴിച്ച നിന്റെ ഇന്ദ്രിയങ്ങളിലെ മനസ്സിനെ എല്ലാം തന്നെ പരിവർത്തനം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലേ. അന്ന് പറഞ്ഞ് ഭഗവാൻ ചിക്കൻ മട്ടൻ ഫലം തോയെന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പം ഭഗവാൻ ഓഫർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ, നിവേദിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണനെ അല്ലെങ്കിൽ മുകുന്ദനെ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃക്കളോടോ മാനവ സമുദായത്തിനോട് തന്നെ കടപ്പാടുകളൊന്നുമില്ല. അപ്പം ഇവിടെ നമ്മൾ ഒരു ശ്ലോകം കണ്ടല്ലേ, ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണൻ അല്ലെങ്കിൽ മുകുന്ദന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോടോ തന്നെ ഒരു കടപ്പാടുമില്ല. അതെന്താണ് അങ്ങനെ പറയുന്നത്? യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, ബന്ധുജനങ്ങളോടോ മറ്റുള്ളവരോടോ അനുകമ്പയോ കരുണയോ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മള് നിത്യജീവിതത്തില് നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നിത്യജീവിതത്തിൽ നമ്മളുടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കുന്നില്ല. ഭഗവാന്റെ ഉപദേശപ്രകാരം അല്ല ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ആ പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ അവിടെ ആജ്ഞാപിക്കുമായിരുന്നു അല്ലെ, യുദ്ധം ചെയ്യാനായിട്ട് അല്ലെ. ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഭഗവാൻ നേരിട്ട് വന്നെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആ നേരിട്ട് ഭഗവാൻ പറയുന്നില്ല. പക്ഷെ എന്താണ്, നീ നിന്റെ കർമ്മം ചെയ്യണം. അപ്പൊ സർവ്വകർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ എന്താണ് ഫലകാംക്ഷ കർമ്മങ്ങളെല്ലാം നമ്മൾ ഫലത്തിന് വേണ്ടിയിട്ട്, പേരിന് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മുകുന്ദന് പൂർണ്ണമായിട്ട് ആത്മാർപ്പണം ചെയ്തവന്, മുകുന്ദനെ പൂർണ്ണമായിട്ട് ശരണം, എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും, അപ്പം എന്ത് ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ഭഗവാന് നിവേദിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണമായിരിക്കാം. എന്ത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നുണ്ടല്ലോ അല്ലെ, വീട്ടിൽ അടിച്ചു വാരുന്നുണ്ട്, വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ പറയുമ്പോഴെല്ലാം കൃഷ്ണനെ അതിൻ്റെ കൂടെ ബന്ധപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദേവന്മാരോടോ ഋഷിമാരോടോ പിതൃഗണന്മാരോടോ കാർന്നവന്മാരോടോ അങ്ങനെ ഒരാളോടും കടപ്പാടിന്റെ ആവശ്യമില്ല. അതായത് വൈഷ്ണവർക്ക് കാര്യം ബലികർമ്മങ്ങൾ പോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വൈഷ്ണവർക്ക്. കാരണം എന്താണ്, അവർ സദാ കൃഷ്ണാർപ്പണമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ. നമ്മള് സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ഒരു പെട്ടെന്നൊന്ന് കണ്ട് പേടിക്കുവോ, അവിടെ പോവോ, ഒരു വണ്ടി ഒന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇടുവോ, ഒന്ന് തട്ടാനായിട്ട് ഭാവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എന്നാണ് ഇങ്ങനെ വെക്കുന്നത് അല്ല, അയ്യോ എന്ന്. നിങ്ങൾ ഇത്രയും നാളും കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ആ സമയത്ത് കൃഷ്ണ എന്ന് വിളിക്കാനായിട്ട് ഓട്ടോമാറ്റിക് ഹൃദയത്തിൽ നിന്ന് അത് വരണം. ശരിക്കും സമയം അയ്യോന്ന് വേണ്ട, ഇപ്പൊ അയ്യോ മറന്നുപോയി. അയ്യോ ആരാന്നറിയാവോ? അയ്യോ ആരാണ്? അയ്യോ യമദൂതന്റെ ഭാര്യ, യമദേവന്റെ ഭാര്യയാണ് അയ്യോ. അപ്പൊ നമ്മള് ആ യമദൂതന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി കഴിഞ്ഞുള്ള ഇതന്നെ, യമദേവൻ പുറകെ എത്തും ഭാര്യയെ അന്വേഷിച്ചിട്ട് അല്ലെ, കാലൻ. അപ്പം നമ്മള് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലേച്ച മാമേച്ച സ്മരമുക്ത കളയവരം. ഇപ്പൊ ഒരു ആക്സിഡന്റിൽ പെടുവാണെങ്കിൽ തന്നെ ആ സമയത്ത് കൃഷ്ണ എന്ന് വിളിക്കാൻ പോയി നമ്മുടെ ജീവൻ പോകുവാണെങ്കിൽ നമുക്ക് നേട്ടമല്ലേ. നമുക്ക് ഈ പറയുന്ന 84 ലക്ഷം ജീവരാശിയിൽ കൂടെ വീണ്ടും ജനിച്ച് മരിച്ചു ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? അതായത് ഈ ഭൂതലത്തിൽ തന്നെ വീണ്ടും ജനിക്കുവാണെങ്കിൽ ജനനവും മരണവും എല്ലാം തന്നെ ദുഃഖമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ സർവ്വകർമ്മങ്ങളും നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് അർപ്പിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പറയുമ്പോഴും ഇരിക്കുമ്പോഴും ഒരാളെ കാണുമ്പോൾ നമസ്കാരം നമസ്തേ ഒക്കെ മാറ്റിയിട്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരാളെ വന്ദിച്ചുകൂടാ? അതുപോലെ നമ്മുടെ സംഭാഷണം തുടങ്ങുമ്പോഴും നമ്മുടെ സംഭാഷണം തീരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെ എല്ലാം ഭഗവാനെ മുന്നേ നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മളൊരു സാധനം മോഷ്ടിച്ചു ഒരാളുടെ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഉപദ്രവിച്ചു, അവിടെ കൃഷ്ണനെ ചേർത്ത് കഴിഞ്ഞാൽ കൃഷ്ണൻ അത് സ്വീകരിക്കുവോ? ഞാൻ കൃഷ്ണനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഈ മോഷണം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൃഷ്ണന് അർപ്പിക്കാൻ പറ്റിയ സ്വഭാവമാണ്. കൃഷ്ണൻ ഭയങ്കര കള്ളനാണ് അല്ലേ.
കൃഷ്ണൻ ഭയങ്കര കള്ളനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മോഷണം ചെയ്തു, ഞാനത് ഭഗവാന് സമർപ്പിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പാപകർമ്മം ഇല്ല എന്ന് നമുക്ക് പക്ഷെ പറയാൻ പറ്റും. പക്ഷെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചോരന്മാരിലെ ആ ചോരത്വം ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഹരിമോൾ. അതായത് ചോരന്മാരിൽ അഗ്രേസനാണ് കള്ളന്മാരിൽ, അല്ലേ? വ്രജയപ്രസിദ്ധം നവനീത ചോരം ഗോപാംഗനാനാം ച ദുകൂല ചൗരം അനേക ജന്മാർജിത പാപചൗരം ചൗരാഗ്രഗണ്യം ശരണം പ്രപദ്യേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്രജയപ്രസിദ്ധം നവനീത ചോരം, നറുവണ്ണ കട്ടെടുക്കുന്ന കള്ളനായിട്ട് വ്രജയിലെല്ലാം പ്രസിദ്ധമാണ്. ഗോപാംഗനാനാം ച ദുകൂല ചൗരം, ഗോപാംഗനമാരുടെ എല്ലാം എന്താണ് ഉടയാടകളെല്ലാം മോഷ്ടിച്ച കള്ളൻ എന്നുള്ള പേരും ഇഷ്ടംപോലെ നിനക്കുണ്ട്. പിന്നെ എന്താണ്? അനേക ജന്മാർജിത പാപ ചൗരം, അനേക ജന്മങ്ങളായിട്ട് നമ്മളിങ്ങനെ ആർജിച്ച പാപങ്ങളും എല്ലാം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു, വളരെ നിഷ്പ്രയാസം മോഷ്ടിച്ചങ്ങെടുക്കുന്നു, അല്ലെ? അങ്ങനെ ഒരു കള്ളൻ എന്നുള്ള പേരുമുണ്ട്. പാപങ്ങളെല്ലാം മോഷ്ടിച്ചെടുക്കുന്ന ആ ഒരു കള്ളൻ എന്നുള്ള പേര് നിനക്കുണ്ട്. അങ്ങനെയുള്ള കള്ളന്മാരുടെ അഗ്രേസരനായ കള്ളനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ്, ആ കള്ളനിൽ ഞാൻ ശരണാഗതി പ്രാപിക്കുന്നതാണ് വില്യമംഗലം ഠാക്കൂർ സ്വാമികൾ എഴുതി വെച്ചിരിക്കുന്നത്. ചൗരാഷ്ടകം, ഒരു കള്ളന് വേണ്ടിയിട്ട് ഒരു അഷ്ടകം തന്നെ ഉണ്ടാക്കി. മഹാദേവന് വേണ്ടിയിട്ട് കള്ളൻ എന്ന് പറഞ്ഞ ഒരു അഷ്ടകം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും. ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കള്ളൻ എന്ന് വിളിച്ചിട്ട് ഒരു അഷ്ടകം ഉണ്ടാക്കിയാൽ നമ്മൾ നല്ല 8ന്റെ പണി കിട്ടും. പക്ഷെ നമുക്ക് ഭഗവാനെ കള്ളന്മാരുടെ അഗ്രൻ അല്ലെങ്കിൽ കള്ളന്മാരുടെ മഹാരാജാവ് എന്ന് വിളിച്ചിട്ട് ഒരാള് ഗ്ലോറിഫൈ ചെയ്ത് ഭഗവാൻ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഭഗവാനെ കള്ള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ്? ചിത്തചോരനാണ്, അല്ലെ? നമ്മുടെ മനസ്സിനെയൊക്കെ കൃഷ്ണ എന്നുള്ള പേരിൽ തന്നെ എന്താ സർവ്വ ആകർഷകനാണ്. നമ്മുടെ മനസ്സിനെയൊക്കെ പിടിച്ച് വലിച്ച് ആകർഷിച്ച് ഭഗവാൻ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാണ്. ഭഗവാന്റെ ലീലയിൽ കൂടെയും ഭഗവാന്റെ നാമത്തിൽ കൂടെയും ഭഗവാന്റെ ദിവ്യധാമങ്ങളിൽ കൂടെയും ഭഗവാന്റെ ഭക്തന്മാരിലൂടെയൊക്കെ ഭഗവാൻ നമ്മളെ മനസ്സിനെ പിടിച്ചു കുലുക്കി വലിച്ചുകൊണ്ട് പോവാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്, നമ്മുടെ ചിത്തചോരനാണ് ഈ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന മോഷണം ഭഗവാനിൽ നമ്മൾ അർപ്പിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണോ ആ മോഷണം? നമ്മളുടെ വ്യക്തിപരമായിട്ട് കാര്യം. ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന മോഷണങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാം? ചെയ്യാനായിട്ട് പറ്റുമോ? എന്തെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് നിവേദ്യം അർപ്പിക്കാനാകുമ്പോ നമുക്ക് മോഷ്ടിച്ച് മോഷണ വസ്തുക്കൾ കൊണ്ടേ വെക്കാണ്ട് പറ്റുമോ? ഇല്ല. അതായത് നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാന്ന് പറയാ, നമ്മുടെ ഹൃദയം നമ്മൾ ഭഗവാനെ മോഷ്ടിക്കാനായിട്ട് അനുവദിക്കുക. അല്ലാതെ നമ്മൾ വേറൊരു ദ്രവ്യത്തെ മോഷ്ടിച്ച് ഭഗവാന് സമർപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഭഗവാന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ വെണ്ണ പോലെ ആക്കി വെക്കണം. നറുവെണ്ണ പോലെ ആക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ ആ വെണ്ണ വന്ന് മോഷ്ടിക്കും. അതുകൊണ്ടാണ് ഹൃദയം ഉരുകുന്നെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെണ്ണയായിട്ട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം എന്താണ്, അത്ര ഉരുകുന്ന പാറ പോലെ ഇരിക്കുന്ന അനങ്ങാതിരിക്കുന്ന ഹൃദയം ഭഗവാൻ വേണോ? വേണ്ട. അപ്പൊ ഭഗവാൻ എന്താണ്, നറുവെണ്ണ പോലെ ഉരുകുന്ന ആ ഒരു നവനീതമായിരിക്കണം നമ്മുടെ ഹൃദയം. അങ്ങനെ ആ നവനീതം കട്ടെടുക്കാനായിട്ട് ഭഗവാൻ വരും. അപ്പൊ നമ്മളുടെ ഹൃദയവും നമ്മളുടെ പാപകർമ്മങ്ങളെല്ലാം കട്ടെടുക്കാനായിട്ട് ഭഗവാനെ ക്ഷണിക്കുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട്, ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്തിട്ട് ഭഗവാനിൽ സമർപ്പിക്കാമെന്ന് ആരും വിചാരിക്കണം. ഭഗവാനിൽ സമർപ്പിക്കുന്ന കർമ്മങ്ങള് എന്താണ്, അതിൻ്റെതായ ഒരു ക്വാളിഫിക്കേഷൻ വേണം. അതല്ല ഏതൊക്കെ കർമ്മങ്ങൾ സമർപ്പിക്കാം. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഏത് ചെയ്യുന്ന പ്രവൃത്തി, നമ്മളിപ്പോ ചെയ്യുന്ന ജോലി നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ അത് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കാം. അഗ്നി അതെന്താണ്, യജ്ഞമാണ്. അത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ജഡരാഗ്നിയുണ്ട്, ദഹിപ്പിക്കാനുണ്ട്. അപ്പോൾ വയറിന്റെ ഉള്ളിലും എന്താണ്, യജ്ഞമാണ് നടക്കുന്നത്. അപ്പൊ എല്ലായിടത്തും യജ്ഞം, അതെല്ലാം എന്താണ്, ഭഗവാൻ യജ്ഞം തന്നെയല്ലേ? ഭോക്താരാം യജ്ഞ തപസ്സാം, യജ്ഞങ്ങളുടെ തപസ്സിന്റെ എല്ലാം ഭോക്താവ് ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയെല്ലാം പ്രവൃത്തികളെയൊക്കെ ഭഗവാൻ, നമ്മൾ നിത്യോപയോഗ ജീവിതത്തിൽ നമ്മൾ സന്യാസിയാകുന്നൊന്നും വേണ്ട. നമ്മൾ നിത്യം ഇങ്ങനെ ജീവിച്ചു പോയി ഗൃഹസ്ഥനായിട്ട് ജീവിച്ചു പോകുന്ന ഗൃഹസ്ഥ സന്യാസിമാരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. നമ്മൾ ഇങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതി. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ അതിന് എന്താണ്, ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണം. എന്നും ഒരേ ലെവലിൽ ഇങ്ങനെ പോകാൻ പാടില്ല. നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ആ പരിവർത്തനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ കള്ളൻ. ഒരിക്കലും ഭഗവാൻ
എന്താണ് പെരുങ്കള്ളനായ ഭഗവാൻ നമ്മളുടെ ഹൃദയം വന്ന് മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല. ഭഗവാൻ നമ്മളുടെ ഉള്ളിലെ കള്ളത്തരങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ് അല്ലേ? കാര്യം ഇത്രയും വലിയ കള്ളത്തരം ചെയ്ത ആള് വേറെ ഇല്ല ഭൂലോകത്തിൽ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പറ്റിക്കാവുന്ന ആരും വിചാരിക്കേണ്ട. കാര്യം കണ്ണടച്ചുകൊണ്ട് പൂച്ച പാല് കുടിക്കുന്ന പോലെ ഒന്നും ഒരു പ്രവൃത്തിയും ഭഗവാന്റെ അടുക്കൽ ഒരു കള്ളത്തരവും ചെലവാകില്ല. മറ്റുള്ള ദേവന്മാരുടെ അടുക്കലൊക്കെ നമുക്ക് പറ്റിയിട്ട് നടക്കുമായിരിക്കും. പക്ഷെ ഭഗവാന്റെ അടുക്കൽ യാതൊരു കള്ളവും നടക്കില്ല. കാര്യം കള്ളന്മാരുടെ വെച്ചിട്ട് ഏറ്റവും വലിയ കള്ളനാണ് ഭഗവാൻ. അതുകൊണ്ട് അതാരും വിചാരിക്കരുത്. അപ്പൊ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി മന്ത്രം കൊണ്ട് പാകപ്പെടുത്തി ആക്കി നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാന് കളിക്കാനുള്ള വിളനിലമായിട്ട് ഭഗവാന് മോഷ്ടിക്കാനായിട്ടുള്ള വെണ്ണയാക്കി നമ്മളുടെ ഹൃദയത്തെ പാകപ്പെടുത്തി അതിനെ നമ്മൾ ആ ഒരു ഉറിക്ക് ഉള്ളിലാക്കി ഇങ്ങനെ വെക്കണം. ഭഗവാൻ വന്ന് അത് എടുത്തുകൊണ്ട് പോകണം. ഇപ്പോഴും വ്രജയിലൊക്കെ പ്രതീകാത്മകമായിട്ട് വ്രജയില് വൃന്ദാവനത്തിലൊക്കെ പല വീടുകളിലും ഉറിയില് ഭഗവാൻ മോഷ്ടിക്കാനായിട്ട് വെണ്ണ വെക്കുന്നുണ്ട്. അവിടെ നിത്യ രാസലീല നടക്കുന്നുണ്ട് നിധിവനത്തിൽ അല്ലേ? ഭഗവാൻ നിത്യം രാസലീല ആടാനായിട്ട് അവിടെ വരുവാണ്. അവിടെ ഭഗവാൻ അവിടെ രാസലീല കഴിക്കുമ്പോൾ ഭഗവാൻ മുറുക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി വെക്കുന്ന ഒരു സങ്കല്പം ഇപ്പോഴും ഉണ്ടല്ലേ? ഭഗവാന് പാൻ, അവിടെ പറയുന്ന പാൻ, അതും അടയ്ക്കായോ അങ്ങനെ ഈ പാനും പിന്നെ വള, രാധാറാണിക്ക് വേണ്ടി വള, കുങ്കുമം അങ്ങനെയൊക്കെയുള്ള അത്, പിന്നെ പട്ട്, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ വെക്കും. പിറ്റേ ദിവസം രാവിലെ വന്ന് പൂജാരി നട തുറക്കുമെന്നാണ് അത് മുഴുവൻ നിരന്നിങ്ങനെ ഇരിക്കുന്ന കാണും അല്ലേ? അപ്പൊ ആ ഒരു സ്ഥലമുണ്ട് നിധിവനത്തിൽ ഇപ്പോഴും നിത്യരാസലീല ആടുന്ന സ്ഥലം. അവിടുത്തെ ഓരോ വൃക്ഷങ്ങൾ നമ്മളുടെ അത്രയും പൊക്കേ ഉള്ളൂ വൃക്ഷങ്ങൾക്കൊക്കെ. അവരൊക്കെ എന്താണ് 6 മണിക്ക് ശേഷം അവരൊക്കെ ഗോപികമാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ വൃക്ഷങ്ങളൊക്കെ ആ വൃക്ഷങ്ങൾക്കൊന്നും ഒരിക്കലും പൊക്കം ഉയരം വെക്കത്തില്ല. കാര്യം അവരൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്കും അവർ ഗോപികമാരായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മള് നിത്യേന അത്ഭുതങ്ങൾ നടക്കുന്ന ആ വ്രജഭൂമിയില് നമ്മൾ പോകാനായിട്ട് അവസരം കിട്ടിയുള്ളവരൊക്കെ തന്നെ വളരെ ഭാഗ്യവാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പറയുന്ന കർമ്മങ്ങളെയൊക്കെ മുകുന്ദന് നമ്മൾ സമർപ്പിച്ചിട്ട് നമ്മള് നല്ല കർമ്മങ്ങളെയും എല്ലാം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് വൃത്തികെട്ട കർമ്മങ്ങൾ ഒഴിച്ചിട്ട്, അതായത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ നമ്മൾ ഭഗവാനെ ബന്ധപ്പെടുത്താതെ അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എപ്പോഴും അതിനകത്ത് ഇടയ്ക്ക് മിഡിൽ കൃഷ്ണനെ വെക്കണം. ഇങ്ങനെ ഒരു ശ്വാസം വിട്ടു, ഏമ്പക്കം വിട്ടു, നമ്മളിങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഓ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ആ ഓരോ രീതിയിൽ നമ്മൾ അയ്യോ എന്ന് എപ്പോഴും നാഴിക നാപ്പോട്ടും പറയുന്നതൊക്കെ കൃഷ്ണ കൃഷ്ണ എന്നാക്കുക. അങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ മരണം എപ്പം വേണം വന്ന് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പോകാൻ. കാര്യം എന്താണ്? ഭഗവാൻ വാക്ക് പറഞ്ഞാണല്ലേ. ഭഗവാൻ ഭക്തന്മാരുടെ അടുക്കൽ ഭഗവാൻ വാക്ക് തെറ്റിക്കത്തില്ല. ഭഗവാൻ പറഞ്ഞ പല വാക്കുകളും ഭഗവാൻ പല നിയമങ്ങളും ധർമ്മങ്ങളും ഒക്കെ ഭഗവാൻ തെറ്റിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഭഗവാൻ ഇഷ്ടമുള്ള എന്തോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാനെ പ്രീണിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഭഗവാൻ ഭക്തന്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഭഗവാനെ തെറ്റിക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ? അല്ലാതെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പല നിയമങ്ങളെയൊക്കെ ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം ഭഗവാൻ അതിനെയൊക്കെ തെറ്റിയും. കാര്യം ഭഗവാൻ കള്ളനായതുകൊണ്ട് അല്ലേ? ഭക്തന്മാരുടെ അടുക്കൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് തെറ്റിക്കാൻ ഒരിക്കലും സാധിക്കും. നമ്മൾ ഇന്നാൾ കുറൂരമ്മയുടെ കഥ കണ്ടില്ലേ? മറ്റേ ആ ഒരു തിരുമേനി ഗുരുവായൂരെ ഒരു ശാന്തിക്കാരൻ വയറുവേദന ഒരിക്കലും മാറില്ല, അവൻ അടുത്ത ജന്മം എടുത്താലും മാറില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇത് കുറൂരമ്മയ്ക്ക് വാക്ക് കൊടുത്തപ്പോഴത്തേന് അത് നിഷ്പ്രയാസം ആ വയറുവേദന എടുത്ത് മാറ്റിയത് ഭഗവാന്റെ ആ ഒരു കഥ നമ്മൾ കേട്ടില്ലേ? അപ്പൊ അതാണ് ഭഗവാന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞല്ലേ ക്ലാസ്. ഹരേ കൃഷ്ണ. ആരും കാണുന്നില്ലോ? എല്ലാരും ഉണ്ട്. അപ്പം ആ കഥ എല്ലാരും ഞാൻ പറഞ്ഞു കേട്ടതല്ലായിരുന്നോ? കേട്ടു പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു കഥയിൽ കൂടെ നമ്മൾ എന്താണ് മനസ്സിലാകുന്നത്? ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ വാക്കുകള് ഭക്തർക്ക് അതാണ് അന്തകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരൻ. അന്ത്യകാലത്ത് ആരെന്നെ വിചാരിക്കുന്നോ അവര് എന്റെ കൂടെ എന്റെ ലോകത്തിൽ ജീവിക്കുന്ന ഭഗവാൻ വാക്ക് പറഞ്ഞിരിക്കുകയാണ്. ഭക്തനാണ്. ആർക്ക്? അർജുനന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ അവിടെ യാതൊരു തരത്തിലും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകത്തില്ല, അതിൽ നിന്ന് വിട്ടുമാറില്ല. കാര്യം ഭഗവാനെ പറ്റിക്കാനായിട്ട് ചിലരൊക്കെ ഒരുങ്ങി. ആരാണ്? ഭഗവാനെ പറ്റിക്കാനായിട്ട് ചിലരൊക്കെ ഒരുങ്ങി. അവർക്ക് ഭഗവാനെ ഈ അന്ത്യകാലത്ത് മാത്രം ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു 10-80 വയസ്സായി കഴിഞ്ഞ് മരിക്കാൻ നേരത്ത്
ഭഗവാന്റെ പേര് വിളിച്ചാൽ മാത്രം മതിയല്ലോ, അജാമിളമോക്ഷം ഓർത്തിട്ട് അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് ഭഗവാൻ 8ന്റെ പണി കൊടുത്ത കാര്യവും നമുക്ക് അറിയാമല്ലോ അല്ലേ? ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ധനികനായിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ മക്കൾക്ക് അച്യുത, ഗോവിന്ദ, മാധവ, മധുസൂദന എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു. കാര്യം അജാമിള മോക്ഷമാണ് ഓർത്തത്. അജാമിളൻ എന്ത് ചെയ്തു? മകന് നാരായണൻ എന്നുള്ള പേരിട്ടപ്പം അവസാന കാലത്ത് മരണം അടുത്ത് ജീവൻ പോകാതെ കിടന്നപ്പോ നാരായണ എന്ന് മകനെ വിളിച്ചിട്ട് വെള്ളം കുടിക്കാൻ ദാഹം തോന്നി, വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, ഭഗവാൻ തെറ്റിദ്ധരിച്ചു, ഭഗവാന്റെ വിഷ്ണുദൂതന്മാരെ വിട്ടു. ഭഗവാനെ പൊട്ടനായിട്ടല്ല തെറ്റിദ്ധരിച്ചത്, മനസ്സിലായല്ലോ? ഭഗവാൻ തെറ്റിദ്ധരിച്ചല്ല, ഭഗവാൻ ശരിയായിട്ട് ധരിക്കുക. അങ്ങനെയെങ്കിലും ആ നാമം ഒന്ന് ഉച്ചരിക്കട്ടെ എന്ന് ഭഗവാൻ വിളിച്ചു. അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് ഭഗവാന്റെ പേര് ഇടണമെന്ന് പറയുന്നത്. ഭഗവാന്റെ പേരാണെങ്കിൽ അറിയാതെങ്കിൽ ആ കുട്ടിയെ വിളിച്ചിട്ടെങ്കിലും അങ്ങനെയെങ്കിലും ആ ദിവ്യനാമത്തിൽ കൂടെ നമ്മളുടെ ജീവൻ പോകുന്ന സമയത്ത് നമുക്ക് വിളിക്കാൻ തോന്നിക്കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായി പോകും. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം ഈ കുട്ടികളെയൊക്കെ ഏർപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് മേലാതെയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എപ്പോഴും ഭയങ്കര ബുദ്ധിമാനുമാണ്, അതിബുദ്ധിമാനാണ്. അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു അവസാന കാലം ആകുമ്പോഴത്തേനും ഭഗവാനെ വിളിക്കാം. മക്കളുണ്ടല്ലോ, ഭഗവാന്റെ പേര് അച്യുതാനും ഗോവിന്ദാനും മാധവാനും മധുസൂനാഥനൊക്കെയാ പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഈ പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാം. ഇത്രയും നാള് ഞാൻ എന്താ പണം സമ്പാദിക്കുകയായിരുന്നു, ഇനി എന്റെ മക്കളെ അല്ലാതെ ഏർപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ സെർവൻസ് ഒക്കെ ചെന്ന് ഇദ്ദേഹത്തിന് മരണാനന്തര മരണത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ, മരണം എടുക്കാറായെന്ന് തോന്നുന്നു, മരിക്കാറായെന്ന് തോന്നുന്നു, അതിന്റെ ഈ വെപ്രാളമൊക്കെ കാണിക്കുന്നുണ്ട്, അബോധാവസ്ഥയായി എന്നൊക്കെ പറഞ്ഞ് ഈ 4 മക്കളെ നിന്ന് അവരുടെ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ചെന്ന് വിളിച്ചോണ്ട് വന്നു. അവർ 4 പേരും വന്ന് അച്ഛന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുക, നോക്കി, ഇപ്പൊ ജീവൻ പോകും, അത്രയ്ക്ക് ആ പരുവത്തിലെത്തി. അപ്പം പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? കണ്ണ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 4 മക്കൾ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് അവരെ ശാസിച്ചു. കട അടച്ചിട്ടിട്ടാണോ നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിക്കുക, അദ്ദേഹത്തിന്റെ ജീവൻ പോവുകയും കൂടെ. ആ സമയത്ത് മക്കളെ വിളിക്കാനോ അവരുടെ പേര് പോലും ഉച്ചരിക്കാനോ ഓർത്തുമില്ല. ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ ജീവൻ അങ്ങ് കൊണ്ടുപോയി. അപ്പം അവസാന കാലത്ത് ഭഗവാനെ പറ്റിക്കാണെന്ന് വിചാരിച്ച് നടക്കുവോ? ശരിക്കും നമ്മളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അബോധാവസ്ഥയിലാണെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനോ, ചൈത്യഗുരു ആയിരിക്കുന്ന ഭഗവാനോ അല്ലെങ്കിൽ നമ്മളുടെ ഗുരുവോ ആരെങ്കിലും നമ്മളുടെ അടുത്തെത്തും, നമ്മളെ ഹരിനാമം ചൊല്ലും, നമ്മൾ അത് കേൾക്കാനിടയാകും. നമ്മൾ അബോധാവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവിന് നല്ല ബോധമുണ്ട്. അത് പൂർണ്ണമായിട്ടും ആനന്ദരൂപനാണ്, ആനന്ദസ്വരൂപനാണ് ആത്മാവ്. അതുപോലെ തന്നെ പരമാത്മാവ് സർവ്വതിന് സാക്ഷിയാണ്. അപ്പം അവര് സർട്ടിഫൈ ചെയ്താൽ മതിയില്ല, വേറെ ആരെങ്കിലും പുറത്തുള്ള ആൾക്കാർ കേൾക്കണമെന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തില് പരമാത്മാവ് സർവ്വതിന് സാക്ഷിയായിട്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഈ നിനക്ക് മനസാക്ഷി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? ഞാൻ അമ്പയ്യ മാതാജിക്ക് ഒരു കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ മാതാജി ഇങ്ങനെ എന്നോട് പെരുമാറുമോ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ ചോദിക്കാറില്ലേ മാതാജിയോട്? ആ മനസാക്ഷി തന്നെയാണ് ഭഗവാൻ, മനസ്സിലായില്ലേ? ആ മനസാക്ഷി. അപ്പൊ ആ മനസാക്ഷി നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനെ ഉപാസിച്ചിട്ട് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതി. പക്ഷെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണം. ഓരോ സ്റ്റേജിൽ എന്നും ഒരേ രീതിയിൽ ഇങ്ങനെ പോകരുത്. നമുക്ക് ഓരോ പടിപടിയായിട്ട് ഉയർച്ച ഉണ്ടാകണം. നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എവരി വൺ ഷുഡ് പ്രാക്ടീസ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഇതാണ് എന്റെ ഹംബിൾ റിക്വസ്റ്റ്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ക്ലാസ് ഉള്ളവർക്ക് ഇപ്പോൾ എക്സിറ്റ് ആയി പോകാവുന്നതുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞു മാതാജി, എന്തെങ്കിലും സംശയം? അല്ല, ഞാൻ ഹരേ കൃഷ്ണ പറഞ്ഞു. അതെയോ? മാതാജിക്ക് അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും അല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഒന്നും ക്ലാസ് ഇല്ല. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഹരേ സംശയം? കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, യാത്ര കഴിഞ്ഞെത്തിയോ പ്രഭു? ഞാൻ പോയിട്ടില്ലായിരുന്നു മാതാജി. ഞാനല്ല ഇല്ല, പോയ, അതെ. മധുപ്രഭുവാ പോയത്. മധുപ്രഭു. ശരി. അവരിപ്പോ അവിടെ കുംഭമേളയിൽ കുളിക്കുകയായിരിക്കാം ഈ ആ സമയം. ഫോട്ടോസ് നമ്മുടെ കണ്ടില്ലേ? ഗ്രൂപ്പ് പ്രഭു. ഞാനും വിചാരിച്ചു വണ്ടിയിൽ കണ്ടില്ല, പ്രഭുവിനെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കോ. അതെ അതെ. ഞാൻ അവിടെ ആണെങ്കിൽ ഇപ്പം എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും മാതാജി? നമ്മുടെ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇട്ടുണ്ട് പ്രഭു. അതെ അതെ, ചിലപ്പോ ആ തിരക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ വിശ്രമിക്കാൻ ടെന്റിലേക്ക് എത്തുമ്പം ഇടുവായിരിക്കും.
അല്ല ഇട്ടിട്ടുണ്ട് പറയാ. ഇട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല മാതാജി. ഞാൻ കുറെ ക്ലാസ്സുകളിലൊക്കെ ആയിരുന്നു രാവിലെ തൊട്ട്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, വാട്സപ്പ് നോക്കിയിട്ടില്ല അങ്ങനെ. ഇപ്പോഴാണ് കുറച്ച് ടൈമേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇട്ടത്. ഇടുവായിരിക്കും. അപ്പൊ അങ്ങനെ അവര് ആ ദർശനമൊക്കെ എടുത്തു. ഇനി എപ്പോഴേലും പോകുമ്പോഴത്തേന് വെള്ളം ദേഹത്തൊന്ന് തളിക്കാം, അല്ല എന്ത് ചെയ്യണം, പ്രഭുവിനെ കാണുമ്പോ വെള്ളം എങ്ങാനും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ദേഹത്ത് തളിക്കാം. വെള്ളം കിട്ടി പ്രഭു, ഇവിടെയും കിട്ടി, എനിക്കും കിട്ടിയ ഗംഗാജലം കിട്ടി ഇവിടെ. ഗംഗാജലം കിട്ടിയല്ലേ? ത്രിവേണിയിലെ ജലം, ഗംഗ, യമുന, സരസ്വതി, 3 പുണ്യ നദികളിലെ ജലം. ഒപ്പം തന്നെ അമൃത്, പാലാഴി മദനത്തിൽ നിന്ന് കിട്ടിയ അമൃത് തുളുമ്പിയ അംശവും കൂടി ഒരുമിച്ച് അല്ലേ? അവിടെ മുമ്പ് ത്രിവേണി സംഗമത്തില് കുളിച്ചിട്ടുണ്ട്, 2 കൊല്ലം മുമ്പ് പോയിട്ടുണ്ട് കാശിയില്. പക്ഷെ ഈ സമയത്തത്തെ ആ ജലം കിട്ടി ഇപ്പോ പറയാ. ഈ സമയം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ എന്താ പറഞ്ഞ 12 വർഷം. അപ്പൊ ഇവിടെ ഭൗതിക ലോകത്ത് 144 വർഷമായി. അങ്ങനെയാണ്. ജയന്തൻ 12 ദിവസം കൊണ്ടാണ് ഇതിന്റെ മുകളിൽ കൂടെ കറങ്ങിയ സമയത്ത് അമൃത് തുളുമ്പി പോയത് ജയന്തന്റെ അടുക്കൽ നിന്ന്. അങ്ങനെ 12 ദിവസം എടുത്തു. അത് 12 വർഷം. അങ്ങനെ ദേവന്മാരുടെ 12 വർഷം വരുമ്പോ നമ്മുടെ 144 വർഷമായി. ഇനി 6 വർഷം കഴിഞ്ഞ അർദ്ധകുംഭം വരില്ലേ? ഇനി അർദ്ധകുംഭമേള വരും. 6 വർഷം കഴിയുമ്പോൾ അർദ്ധകുംഭമേള. പിന്നെ അടുത്ത ഒരു 6 വർഷം കഴിയുമ്പോൾ ഒരു വലിയ കുംഭമേള തന്നെ വരും 12 വർഷത്തില്. അപ്പോൾ ഈ പറയുന്ന വേറെ സ്ഥലത്തായിരിക്കും. 12 വർഷം കഴിയുമ്പോ പൂർണ്ണ കുംഭമേള. അതെ, മഹാകുംഭമേള. പൂർണ്ണ കുംഭമേള. പൂർണ്ണ കുംഭമേള കഴിഞ്ഞ പൂർണ്ണ കുംഭമേള ഞങ്ങൾ പോയിരുന്നല്ലേ? അന്ന് ഞാനും പോയി. ഇത് സ്ഥലം മാറിക്കൊണ്ടിരിക്കും. ഉജ്ജയിനാകാം, ചിലപ്പോൾ ഹരിദ്വാറിലാകാം, ചിലപ്പോ ഈ പ്രയാഗ്രാജിലാണ് ഇപ്പൊ നടന്നത്. ഞങ്ങൾ പ്രയാഗിൽ തന്നെ പോയത്. ഇനി വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. ഹരിദ്വാർ, പിന്നെ ഹരിദ്വാർ, പ്രയാഗരാജ്, ഉജ്ജയിന്, ഒരു സ്ഥലം കൂടെ ഉണ്ട്. നാസിക്. ഇങ്ങനെ 4 സ്ഥലങ്ങളാണ്. നാസിക്കില് ഗോദാവരി നദിയാണ് അല്ലേ? ഗോദാവരി. ഇത് പിന്നെ ഉജ്ജയിനിയില് ഷിപ്ര നദി. ഷിപ്ര നദിയാണ് ഉജ്ജയിനില്. ഷിപ്രയാണ് വരാഹദേവന്റെ അവതാരത്തിൽ വരാഹദേവനിൽ നിന്ന് ഉത്ഭവിച്ചാണ്. അദ്ദേഹത്തിന്റെ എവിടുന്ന, നാസികയിൽ നിന്നോ അങ്ങനെ ഉത്ഭവിച്ച നദിയാണ് ഷിപ്ര. ഹരിദ്വാറില് ഗംഗാ നദി തന്നെയല്ലേ? ഹരിദ്വാറിൽ ഗംഗാ നദി. അതുപോലെ തന്നെ ഈ പ്രയാഗരാജിൽ 3 നദികളും, ഗംഗ, യമുന, ഭൂഗർഭ, സരസ്വതി. ഭൂഗർഭത്തിൽ നിന്നാണ് സരസ്വതി വരുന്നത്. ഭൂഗർഭത്തിൽ 3 പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം അവിടെ സ്നാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ ഗംഗ കുളിച്ചിട്ടുള്ളത് മായാപൂർ വെച്ചിട്ടാണ്. ഞാൻ ഹരിദ്വാർ പോയി ഗംഗയിൽ കുളിച്ചിട്ടുണ്ട്. അതെല്ലേ. പിന്നെ യമുനെ ഞാൻ കുളിച്ചത് നമ്മളെല്ലാരും കൂടി വൃന്ദാവനത്തിൽ പോയ സമയത്ത്. അന്നാണ് ആദ്യമായിട്ട് യമുന നദിയിൽ കുളിക്കുന്നത്. ഒരുപാട് സ്ഥലത്തൊക്കെ പോയി കുളിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പോയപ്പോ വെള്ളം എടുത്തിങ്ങനെ തളിച്ചു വിടും. നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. കുളിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നി, പക്ഷെ സമയക്കുറവായിരുന്നു, നല്ല തണുപ്പുമല്ലായിരുന്നു ഇപ്രാവശ്യം പോയപ്പോ. ഓക്കെ. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ല ഓരോ പോയിന്റ് പറയാം. ആദ്യ തിരക്കുള്ള രാധിക മാതാജി എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് സന്തോഷമോ സന്താപമോ ലാഭനഷ്ടങ്ങളോ ജയപരാജയങ്ങളോ ഒന്നും നമ്മള് അങ്ങനെ വരില്ല. അതാണ് എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള സത്കർമ്മങ്ങൾ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ജ്ഞാനാംബിക മാതാജി. ഞാനും ഏകദേശം അത് പറയാനായിരുന്നു. എന്തായാലും അത് തന്നെ പറയാം. വേറെ പോയിന്റ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നാലും കൃഷ്ണ മുകുന്ദ എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബന്ധുമിത്രാദികളോടോ പൊതുജനങ്ങളോടോ പിതൃജനങ്ങളോടോ ഒന്നും കടപ്പാടില്ല. നമുക്ക് ഭഗവാനോട് മാത്രമുള്ള ഇതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഭഗവാൻ ചെയ്തു തരും. കൃഷ്ണകുമാരി മാതാജി. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെയൊക്കെ ദുസ്സഹമാണ് അപമാനം എന്നത്. അപമാനം ഉണ്ടാകും. പിന്നെ നമ്മള് മതി മാതാജിക്ക്. ഇനി വേറെ ഓർമ്മയില്ലെങ്കിൽ അടുത്ത ആളെ ഗീതാ മാതാജി.
മഹാദേവനിൽ നിന്ന് പാശുപതാസ്ത്രം സ്വീകരിച്ച അർജുനൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് ഭീരുത്വമാണ്. അങ്ങനെയുള്ള ആൾ ജീവിച്ചിരിക്കുന്നതിലും മരണമാണ് ആൾക്ക് നല്ലത്. പിന്നെ കർണനും ദുര്യോധനും ഒക്കെ വിചാരിക്കുന്ന ഈ അർജുനൻ ഭീരുവായതുകൊണ്ട് ഇതിൽ നിന്നും തിരിച്ചു പോവുകയാണെന്ന് കരുതും. അപ്പം ഭഗവാൻ പറഞ്ഞു, അർജുന നീ മറ്റൊന്നും ചിന്തിക്കാതെ നിന്റെ കർമ്മത്തിൽ ഏർപ്പെടൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താലും ഭഗവാന് വേണ്ടി മാത്രം എന്ത് കർമ്മം ചെയ്താലും അങ്ങനെയുള്ള ഒരാൾക്ക് ആരോടും ഒന്നിനോടും കടപ്പാടോ ബന്ധങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അവരൊരു പ്രത്യേകിച്ചൊരു ബാധ്യതയോ അങ്ങനെ കടപ്പാടോ ഈ ബന്ധുമിത്രാദികളോടോ സ്വജനങ്ങളോടോ അങ്ങനെ രാജ്യത്തോടോ ഒന്നും ഒരു പ്രത്യേക കടപ്പാടിന്റെ ആവശ്യമില്ല. കാര്യം ഇതിന്റെ എല്ലാം ഉടമ ഭഗവാൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൂടെ നടന്ന അർജുനന് പോലും ഭഗവാനെ അറിയാൻ മേലാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടി. അതുപോലെ തന്നെ ഭഗവത്ഗീത അറിയാതെ നമ്മൾ ഭഗവത്ഗീത പഠിക്കരുത്. ഭഗവത്ഗീത അറിഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രഭുവിന് ആദ്യം നമസ്കാരം, ഞങ്ങളുടെ ഒരു ഗുരുവിന്റെ നമസ്കാരം. അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ അത് ഭഗവത്ഗീത നമ്മൾ പഠിച്ചതായിട്ട് വരത്തുള്ളൂ, ഭഗവാനെ അറിയുന്നതായിട്ട് നമുക്ക് അറിയാനൊക്കത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാൻ പറയാണ് അർജുനന്റെ ശത്രുക്കളെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. അതും പിന്നെ അതൊരു ദുഃഖകരമായിട്ട് ഉണ്ടാവുക എന്ന് പറയാ. ആര്യന്മാർക്ക് അത് യോജിച്ചതല്ലല്ലോ, അനാര്യന്മാർക്കാണ് അത് യോജിക്കുക. പിന്നെ ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ നീ മരിക്കുന്നതാണ് ഇതിലും ഭേദമെന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. സുജന മാതാജി. മൈക്ക് ഓണാക്കി. മൈക്ക് ഓണായിട്ടില്ല. ഇപ്പൊ ആയി. ഒന്നുകിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പ്രാപിക്കും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. നല്ലൊരു ഇതാണ്. അതെ അതെ. എന്തായാലും എന്താണ്, നീ ഏതെങ്കിലും രീതിയിൽ ഒന്ന് മരിക്കും അല്ലെ. ഒന്നുകിൽ ജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം. ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് നേട്ടമാണ്. എന്താണ്, രാജ്യത്തിൽ രാജാവായി വാഴാം, എല്ലാ അനുഭൂതികളും അനുഭവിച്ചിട്ട് അല്ലെ, രാജ്യത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് വാഴാം. ഇവൻ മരിക്കുകയാണെങ്കിൽ എന്താണ്, സ്വർഗലോകത്ത് വീരന്മാർക്ക് മാത്രം ഉള്ള ആ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, വീരസ്വർഗം എന്ന് പറഞ്ഞ സ്ഥലം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ഹരി ബോൾ. മാധവി രാധാ മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. മാതാജി ഉറങ്ങിയോ? അടുത്ത ആളെ വിളിക്കാം. ഷിബി മാതാജി. ഷിബി മാതാജി പോയോ? ഇറങ്ങി. ഇവിടെയുണ്ട്. അത് ഭഗവാൻ പറയുന്നത് ശരിക്കും അനുകമ്പ എല്ലാവർക്കും ആവശ്യം. പക്ഷെ ഭഗവാന് അതിശയം വരുന്നത് എന്താന്ന് വെച്ചാൽ അർജുനന്റെ അനുകമ്പ വരുന്നത് ഇവിടെ ആസ്ഥാനത്താണ്. ഇവിടെ ശരിക്കും അനുകമ്പ കാണിക്കേണ്ടത് ആവശ്യമില്ല. അതുപോലെ അർജുനന്റെ കോൺഫിഡൻസ് കൂട്ടി കൊണ്ടുവരികയാണ്. പക്ഷെ അതില് പ്രധാനമായിട്ട് പറയുന്നത് അർജുനൻ എത്ര വലിയ വീരനായിട്ടും എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്രയും കാലമായിട്ടും പക്ഷെ ഇപ്പം ഈ സമയത്ത് പിന്മാറിയാല് ആ നല്ല കാര്യങ്ങളും അതൊക്കെ ആൾക്കാർ മറക്കും. ഇപ്പം പ്രചരിപ്പിക്കാൻ പോകുന്നത് ഈ ബലഹീനതയും പേടിച്ചോടിയ ഭീരുവും അങ്ങനെയൊക്കെ ആയിരിക്കും. അത് തന്നെയായിരുന്നു നമ്മുടെയും കാര്യം. നമ്മുടെ നല്ല കാര്യങ്ങൾ പെട്ടെന്നൊരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴും അതേ ഉണ്ടാവുള്ളൂ. പലതും നല്ലതൊക്കെ മറന്നു പോകുന്നു പറയാ ഭഗവാൻ. അതെ, നമ്മളുടെ സ്വന്തം കാര്യങ്ങളിൽ നമുക്ക് ഇതൊക്കെ ആപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം അല്ലെ. പക്ഷെ നമ്മളുടെ ഇപ്പൊ സാധാരണ ഇതിൽ കലിയുഗത്തിലുള്ള സാഹിത്യകാരന്മാരും ചില ചിന്താഗതിക്കാരും ഒക്കെ നാസ്തികരും ഒക്കെ എങ്ങനെയാ വളച്ചൊടിക്കുകയാണ് അല്ലെ. ഇതിലെ ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ചിട്ട് അവർ അവരുടേതായ രീതിയിലേക്ക് ആക്കി എടുക്കുകയാണ്. ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ തെറ്റിദ്ധരിപ്പിച്ചു, ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നും പറഞ്ഞ്. ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്
ഭഗവാൻ അതെ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത. അത് നമ്മള് ശരിയായിട്ടുള്ള ഗുരുമുഖത്തിൽ നിന്ന് അത് കേട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരി രതി ദേവി മാതാജി. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഷിബി മാതാജി പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത വേറെ യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുക, അതായത് കർമ്മം ചെയ്യുക, ഫലം എന്തുമാകട്ടെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് സുഖമാകാം, ദുഃഖമാകാം, തോൽവിയോ നഷ്ടം, ലാഭം, ജയം, തോൽവി, ഇവയെല്ലാം ഉണ്ടാവാം. ഇതിനെ കുറിച്ചൊന്നും ഓർക്കേണ്ട ആവശ്യമേ ഇല്ല. പാപം ഇങ്ങനായാൽ പാപവും ഏൽക്കില്ല. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ സാമ്രാജ്യം നേടാം, ഭരിക്കാം. നീ യുദ്ധത്തിന് ഉറച്ച തീരുമാനത്തിലെത്താം. ആരോടെങ്കിലും ഉള്ള അനുകമ്പയോ അല്ലെങ്കിൽ അവരോടുള്ള കാരുണ്യം, അതൊക്കെ അനാര്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നീ ഇതിൽ നിന്ന് പിന്മാറിയാൽ അനുകമ്പ തേടുന്നവരാരും നിന്നെ മഹാനായിട്ടോ അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തി നല്ലതായിട്ടോ കാണുകയില്ല. അവരും നിന്നെ ഭീരുവെന്ന് മുദ്ര കുത്തും. ആ അപമാനം നിനക്ക് മരണത്തിന് തുല്യമായിരിക്കും. അതിനേക്കാൾ നിന്റെ കർമ്മം ഏതാണോ ആ കർമ്മം ഫലച്ഛയില്ലാതെ അല്ലെങ്കിൽ ലാഭത്തെ ഓർക്കാതെ ചെയ്യുക. കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടുമെന്നുള്ള പ്രവൃത്തി ഓർക്ക വേണ്ട. കർമ്മം ചെയ്യുക, നിന്റെ ജന്മ അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബൽ. മാതാജി എന്തായാലും നന്നായാലും നല്ല റിയലൈസേഷൻ. ഇനി ഒരാളോട് ശ്രീ രഞ്ജിനി മാതാജി. ഭഗവാൻ പറഞ്ഞത് പിന്നെ ക്ഷത്രിയനായതുകൊണ്ട് നീ സ്വധർമ്മം ചെയ്യുക, അതായത് നിന്റെ ധർമ്മം യുദ്ധമാണ്. അതായത് എവിടെയാണോ അധർമ്മം ഉള്ളത് അവിടെ യുദ്ധം ചെയ്ത് അവിടെ ധർമ്മം സ്ഥാപിക്കുക. അപ്പൊ അത് നീ അതിന് ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് തോൽവി വരുമോ, ജയം വരുമോ, ലാഭം വരുമോ, നഷ്ടം വരുമോ, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നിന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ്. അത് ക്ഷത്രിയ ധർമ്മമാണ്. അത് നീ ചെയ്യുക. അത് ചെയ്യുന്നതെല്ലാം നീ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നിനക്കത് ഇത്ര ദുഃഖമോ അല്ലെങ്കിൽ അതിനകത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു. നീ എനിക്ക് വേണ്ടി ചെയ്യുക, അതായത് കൃഷ്ണന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വരുന്നതിന്റെ എല്ലാം ഓണർഷിപ്പ് കൃഷ്ണനായതുകൊണ്ട് ഒരു അർജുനൻ അതിനകത്ത് ഒട്ടുമേ വിഷമിക്കേണ്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിന് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്താൽ ശരിക്കും വേറെ ആരോടും ഒരു കടപ്പാടിന്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാവുമ്പോ ഇപ്പൊ ഇത് ഗുരുവാണെന്നോ ഇത് സഹോദരനാണെന്നോ ഇത് പിതാമഹനാണെന്നോ ഒന്നും അവർക്ക് ഇങ്ങോട്ട് തോന്നാത്തതുപോലെ അങ്ങോട്ട് തോന്നേണ്ട കാര്യമില്ല. അതാണ് ആര്യന്മാരുടെ ലക്ഷണമാണത്. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുക എന്നാണ് ഭഗവാൻ അർജുനനെ ഉത്തേജിപ്പിക്കാനായിട്ട് കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല റിയലൈസേഷൻ ആയിരുന്നു. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരുന്നു. എല്ലാവരും തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി പറയാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിൽക്കാം. അല്ലാത്തവർക്ക് എന്താ പറയാ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंती की जय, प्रभुपाद की जय, गुरु महाराज की जय, गौर ब्रह्मानंदे, हरि हरि बोल. हरे कृष्णा.